പ്രിയപ്പെട്ട സുഹൃത്തും സ്നേഹിതനും വളരെ അടുപ്പവുമുള്ള പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ മഹല്ലത്തിൻ്റെ ഖത്തീബ് ഉസ്താദ് അവர்கள், അതുപോലെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷിയാസ് ഫാഖറി, മഹല്ലത്തിൻ്റെ സെക്രട്ടറി, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ, ഈ നാട്ടിലെ നല്ലവരായ കാരണവന്മാർ, സഹോദരൻ സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു തആല കബൂലാക്കട്ടെ. ഉന്നതമായ പ്രതിഫലം അല്ലാഹു ഈ വീട്ടിൽ നൽകിയിരിക്കട്ടെ. നമ്മളിവിടെ വന്നിരിക്കുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ, സഹപാഠികൾ, സഹപ്രവർത്തകർ, നാമമായി ബന്ധപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഖബറിടങ്ങളെ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ വീടാക്കി അല്ലാഹു തആല കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്. പരിശുദ്ധരായ ഹബീബ് മദീനയുടെ മണിമുത്ത് സർവ്വതയ ആലം സർക്കാരെ മുജസ്സം താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സന്തോഷത്തിന്റെ സാക്ഷാത്കാരത്തിൽ സായുജ്യമടയാനാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയത്.
ആ ഹബീബിന്റെ ഹിദായും ഹബീബിന്റെ അയൽവാസികളുമാകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നബി മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള സഹോദരന്മാരെ, സാധാരണഗതിയിൽ ഞാൻ ഇന്നിട്ട് പറയാറേ ഇല്ല. എനിക്ക് ഭയങ്കര മടിയുമാണ്. ഞാൻ ഉംറ കഴിഞ്ഞ് വന്നിറങ്ങി 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വയനാട് ജില്ലയിലേക്ക് വാഹനം പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഇന്ന് എന്നെ വാഹനം ഓടിച്ചു കൊണ്ടുവന്നിട്ടുള്ള കഴിഞ്ഞ മുമ്പ് തന്നെ എൻ്റെ കൂടെ വന്നത്. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ വൈദ്യുതിയിലായതുകൊണ്ട് ഞാൻ തന്നെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു വർക്കല റെയിൽവേ സ്റ്റേഷനിൽ പോയി. പോകുന്ന വഴിയിൽ ഒരു ബസ്സുമായിട്ട് ആ ഓട്ടോ എടുത്ത് നിന്ന് മനുഷ്യൻ മരിച്ചു. അള്ളാഹുത്തേക്ക് ഓഫറത്ത് കൊടുക്കണം, അള്ളാഹുത്തേക്ക് ഓഫറത്ത് കൊടുക്കണം. എനിക്ക് വലിയ കാര്യമായ കരുത്തൊന്നുമില്ല. വായി കുറച്ച് മുകളിൽ ചെറുതായിട്ട് മുകളിലുണ്ട്, കാലിൽ മുകളിലുണ്ട്, തലയിൽ ചെറിയ മുകളിലുണ്ട്. എന്നാലും നിങ്ങളെ മജ്‌ലിസിനെ മുടക്കണ്ട എന്ന് വെച്ചിട്ട് ഇവിടത്തേക്ക് വന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ രോഗങ്ങളും വേദനകളും അള്ളാഹു ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് പറയുക കാരണം നിങ്ങൾ വിചാരിച്ചേക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും കാരണം പറഞ്ഞതാണ്. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. മാത്രവുമല്ല ഇന്നലെ ഞാനൊക്കെ വയനാട് കുടകില് ഇവിടെ അസറിന്റെ ടൈമാണ് സമയങ്ങളിലെത്തി. കഴിഞ്ഞ കൊല്ലം ഭക്ഷണം തന്ന അതേ വീട്ടിൽ റഹ്മത്തുള്ളയുടെ വീട്ടിൽ കുറച്ചേറെ വിശ്രമിച്ചു എഴുന്നേറ്റ് കൊണ്ടുപോകും. ഏതായാലും അള്ളാഹു വേണ്ടുന്ന കുലത്തിൽ പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അത് കേൾക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. അതിനാവശ്യം വന്നിട്ടുള്ള ആമീന്റെ വിശാലം നമുക്ക് കിട്ടുന്നു. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. മക്കളെ നല്ല ഉറക്കെ ആമീൻ പറയട്ടെ. ഉമ്മമാർക്ക് സന്തോഷം രാജ്യത്തേക്ക് പറയട്ടെ. കാണത്തക്ക രീതിയിൽ കൊടുക്കണം. ഇന്നലെ ഇതേപോലെ മധുപുറ സ്കൂളില് അവിടെ ഇഷ്ട മജ്‌ലിസായിരുന്നു. അന്ന് ഇന്നലെ അൽഹംദുലില്ലാ ഫസ്റ്റ് കിട്ടിയ കുട്ടിക്ക് അവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് പഠിച്ച കുട്ടിക്ക് ഒരു ഫ്രിഡ്ജ്. ഞാൻ പഠിച്ചാലേ അൽഹംദുലില്ലാ ഇവിടെ കാണത്തക്ക രീതിയിലുള്ള സമ്മാനമുണ്ട്. അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഞാൻ പോയ പല സ്ഥലങ്ങളിൽ ചെറിയ ട്രോഫിയിൽ 10-100 രൂപയിൽ ഒതുങ്ങുന്ന ആ ട്രോഫി കൊടുത്ത് മക്കളെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയോട്ടെ. ഇവിടെ അൽഹംദുലില്ലാ വന്നപ്പോൾ തന്നെ നേരത്തെ ചേക്ക് അള്ളാഹുവിന്റെ കമ്മിറ്റിക്കാർക്ക് ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. കണ്ണ് നിറച്ചു കൊടുക്കുക. കണ്ണില്ലാതെ പറയുന്നത് എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ഓരോ ബക്കറ്റായിട്ട് ആൾക്കാർ പോകുമ്പോൾ ഞെട്ടണം. അള്ളാഹുവിന്റെ കബൂലാക്കട്ടെ. അള്ളാഹുവിന്റെ കബൂലാക്കട്ടെ. അള്ളാഹുവിന് വേണ്ടി സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആദരവായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധരായ സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹുവിനെ പവിത്രമായ മസ്ജിദുൽ നബവിയുടെ അകത്തട്ടിലേക്ക് വിളിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഉസ്താദുമാർ എല്ലാവരും ഹബീബായ തങ്ങളുടെ മദ്ഹ് വേണ്ടുന്ന കോലത്തിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. എന്നാൽ നമ്മുടെ സമാപനത്തിൽ അല്പം ഇഷ്ടം പറയാതെ പോയാലും അതൊരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ വിഷയങ്ങളിൽ മർമ്മപ്രധാനവും കൂടിയാണ്. ആദരവായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മസ്ജിദുൽ നബവിയുടെ അകത്തട്ടിൽ ഇരുന്ന് ബഹുമാന്യരായ സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹുവിനെ മുഴുവനും വിളിച്ചു കൊണ്ടുകയാണ്. എല്ലാ സ്വഹാബത്തും വരിവരിയായിട്ട് കടന്നു വന്നു. എല്ലാവരും ഹബീബായ ആ തങ്ങളുടെ നിസാലത്തിന്റെ അതരങ്ങളിലൂടെ അടർന്നു വീഴുന്ന അമൂല്യ മുത്തുകളെ പാരിയെടുക്കാനും പെറുക്കിയെടുക്കാനും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കാത്തിരിക്കുകയാണ്. സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും ഹബീബ് തങ്ങളുടെ നിസാലത്തിന്റെ അതരങ്ങളിലേക്ക് നോക്കുകയാണ്. എന്താണ് റസൂലുള്ളാഹി തങ്ങൾ പറയാൻ പോകുന്നത്? ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ മുഴുവൻ അരികിലേക്ക് വിളിച്ചു. എല്ലാവരും ചേർന്നിരിക്കാൻ പറഞ്ഞു. എല്ലാവരും മദീനയുടെ മണിമുത്തിന്റെ അരികിലേക്ക് ചേർന്നിരുന്നു. ആ സമയം അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുകയാണ്. സ്വഹാബത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ ലോകത്തിന്റെ മുത്തായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്ത്
പറഞ്ഞു പോകുമല്ലോ, പാപ്പയെ വിട്ട് പിരിയുമല്ലോ, ഉമ്മയെ വിട്ട് പിരിയുമല്ലോ, സഹോദരങ്ങളെ വിട്ട് പിരിയുമല്ലോ, കൂട്ടുകുടുംബാദികളെ വിട്ട് പിരിയുമല്ലോ, കൂടപ്പുറപ്പുകളെ വിട്ട് പിരിയുമല്ലോ. അങ്ങനെയുള്ള ഒരു സമയം വരുമല്ലോ സ്വഹാബ. ആ സമയത്ത് നിങ്ങൾക്ക് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ ആഗ്രഹമുണ്ടോ? സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയുന്ന ഒരു സമയം പുഞ്ചിരിച്ച് മരിക്കാൻ ആഗ്രഹമില്ലാത്തവരുണ്ടാകുമോ? കടിമ ചൊല്ലാൻ ആഗ്രഹമില്ലാത്തവരുണ്ടാകുമോ? യാ റസൂലല്ലാഹ്, അതിനെന്ത് വേണമെന്ന് പറയാമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് നിറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിനോട് പറയാ, ഇനിയും മസ്ജിദുൽ നബവിയുടെ ഉള്ളിൽ പ്രിയപ്പെട്ട സ്വഹാബത്ത് കടന്നു വരാനുണ്ട്, എല്ലാവരെയും വിളിച്ചു കൊണ്ടുവരാമോ? കേട്ടപാട് സ്വഹാബത്ത് മുഴുവനും കടന്നു പോവുകയാണ്. ആ കൂട്ടത്തിൽ അലിയാരിങ്ങളുണ്ട്, ഉമറുൽ ഖത്താബ് തങ്ങളുണ്ട്. രണ്ടുപേര് കടന്നിട്ട് മദീനയുടെ ചാരത്തുള്ള മുഴുവൻ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, നിങ്ങളെ മുഴുവനും റസൂലുള്ളാഹി വിളിക്കുന്നുണ്ട്. കേട്ടപാട് ഓടുന്നു. ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ്, ഇലാ ഹദറത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മീലാദിന്റെ പരിപാടിയല്ലേ? അല്ലേ? സലാത്തല്ലാതെ എന്തെങ്കിലും പറ്റുമോ? വാക്കത്തിൽ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വീട്ടിലാണ് നല്ല പക്കലുണ്ട്, ഉഷാറാക്കണം, ധൈര്യം ചെയ്യിക്കട്ടെ. അല്ലാഹുമ്മ ഖബൂലാക്കട്ടെ, അല്ലാഹുമ്മ സ്വീകരിക്കട്ടെ. ഹബീബായ തങ്ങളുടെ മകന്റെ എത്രയോ ചരിത്രങ്ങൾ ഇവിടെ ദിവസങ്ങൾ ഉസ്താദുമാർ പറഞ്ഞിട്ടും നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ മടിവന്ന മഹാനായ ഉമറുൽ ഖത്താബ് തങ്ങൾ പറയാ, നമ്മുടെ നാവിൽ വന്നിട്ട് ഇബ്ലീസ് പിടിച്ചു വെക്കുന്നുണ്ട്. നമ്മൾ സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ മടി കാണിച്ചാൽ ഇബ്ലീസ് കയറുന്നു എന്ന് പറയാം. എന്തായിരിക്കണം അവിടെ എന്നാൽ പറയും. അപ്പൊ നമ്മൾ ഉണ്ടാകുന്ന ഇബ്ലീസിനോട് ബലപ്പെടുത്തി നടത്തണം. എന്റെ നബിയോടാണ് എനിക്കു പ്രേമം, സ്നേഹക്കടലോടാണ് എനിക്കു ദാഹം, ആ സവിധം പോൽ ഉപമയുണ്ടോ ഈ ദുനിയാവിൽ പകരമോരാൽ? എന്റെ നബിയോടാ എനിക്കു പ്രേമം, സ്നേഹക്കടലോടാ എനിക്കു ദാഹം, ആ സവിധം പോൽ ഉപമയുണ്ടോ ഈ ദുനിയാവിൽ പകരമോരാൽ? അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരുകൾ കേൾക്കുമ്പോൾ നിറഞ്ഞുകൊണ്ട് സ്വലാത്തുകൾ ചൊല്ലുക. സ്വഹാബത്ത് മുഴുവൻ എല്ലാവരെയും വിളിച്ചിട്ട് മസ്ജിദുൽ നബവിയിൽ വന്നു. എല്ലാവരും നിറഞ്ഞിരിക്കുന്ന മജ്ലിസില് അല്ലാഹുവിന്റെ റസൂൽ ഉപദേശം കൊടുക്കുകയാണ്. എന്നെ ഇഷ്ടപ്പെടുന്നവരാരാ? എന്നെ അനുസരിക്കുന്നവരാരാ? എന്റെ വാക്കുകൾ കേൾക്കുന്നവരാരാ? ഞാൻ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ വഴികളിലൂടെ വരുന്നവരാരാണ്? സ്വഹാബാക്കളാം റളിയല്ലാഹു അൻഹും അവിടുന്ന് പറഞ്ഞു, നബിയേ, ഇന്ന് വരെ ഞങ്ങൾ അനുസരിച്ചിട്ടുണ്ട് നബിയേ, ഇന്ന് വരെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് നബിയേ, അതുകൊണ്ട് പറയുമോ ഹബീബല്ലാഹ്? ഒന്നാമതായി ഞങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അവനവന്റെ കുടുംബ ജീവിതത്തെ അവൻ തയ്യാറാക്കട്ടെ, നല്ലതുപോലെ സന്തോഷത്തോടെ ജീവിതത്തെ അവൻ കൊണ്ടുവരട്ടെ. നബിയുൽ ഹറമൈൻ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ അവനവന്റെ കുടുംബ ജീവിതം റാഹത്തിലാൽ 4 കാര്യങ്ങൾ പറഞ്ഞു. അതിൽപ്പെട്ട മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം, എന്നെ ഇഷ്ടം വെക്കുന്ന ഒരാൾ അവന്റെ കുടുംബ ജീവിതം റാഹത്തിലാക്കണം. അങ്ങനെ റാഹത്തിലാകുമ്പോ അവരെന്നെ ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വരികയാണ്. അത് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി ഞങ്ങളെ ഓഫർ കൊടുക്കുകയാ, സ്വഹാബ, നിങ്ങൾ
കിട്ടാൻ ആഗ്രഹമില്ലാത്തവരാരാണ്? അത് കൊതിക്കാത്തവരാരാണ്? രണ്ട് പ്രതിഫലം അല്ലാഹു തരുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ സന്തോഷമൊന്നുമില്ലല്ലോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചെറുപ്പക്കാരായ സ്വഹാബത്തിനോട് പറഞ്ഞു, അരികിലേക്കൊന്ന് കടന്നിരിക്കാമോ? സ്വഹാബത്ത് അരികിലേക്കൊന്ന് കടന്നിരിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാ, നിങ്ങളിൽ വിവാഹം കഴിഞ്ഞവരാരാ? ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ മധു പറയുന്ന രീതിയിൽ റസൂലുള്ളാഹിന്റെ ജീവിതം പറയുമ്പോ എന്തിനാണ് ഉസ്താദേ മരണം പറയാറുണ്ടല്ലോ, ഖബർ പറയാറുണ്ടല്ലോ, ഹബീബിന്റെ ഇഷ്ക് പറയാറുണ്ടല്ലോ, നരകം പറയാറുണ്ടല്ലോ, സ്വർഗം പറയാറുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വിഷയം പറയുന്നതെന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിലൂടെ കൊണ്ടുവരണ്ട. ജീവിതത്തിൽ വിജയിക്കാനാ, ജീവിതം രക്ഷപ്പെടാനാ, വിട പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് കലിമ ചൊല്ലിയിട്ട് വിട പറയാനാ. ഇതൊക്കെ നമ്മൾ ഹബീബിന്റെ വാക്കുകളാണ്. അതെല്ലാം നമ്മൾ അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് വെക്കണം. അല്ലാഹു ഇരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. നിങ്ങളുടെ ആമീൻ വാപ്പാൽ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. ഞാൻ ഈ വേദനയിൽ നിങ്ങളോട് ഇരിക്കുന്നില്ലേ, അപ്പോൾ നിങ്ങൾ കൂടെ സഹകരിക്കുക. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. എന്തിനൊക്കെ പറയാൻ നിങ്ങളുടെ കുടുംബജീവിതം പ്രവാഹത്താക്കുക. എന്നാ നിങ്ങൾ എന്നെ ഇഷ്ടം വെച്ചു. ഒന്നാമതായിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, മസ്ജിദുൽ നബവിയുടെ ഉള്ളിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരെ വിളിക്കുന്നു, യുവാക്കളെ നിങ്ങൾ എന്റെ ഫ്രണ്ടിലേക്ക് വന്നോ എന്ന് പറയുമ്പോൾ സ്വഹാബത്ത് മുഴുവനും ഫ്രണ്ടിലേക്ക് വന്നു. ആ കൂട്ടത്തിൽ കാണാം വയോവൃദ്ധനായ താടി നരച്ചു പോയ ഒരു സ്വഹാബി മുആദ് ഇബ്നു അബൂ മുആദ് റളിയല്ലാഹു അൻഹു പിന്നിലേക്ക് മാറുമ്പോ റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചിട്ട് പറയാ, നിങ്ങൾ എവിടെ പോവാണ്? ഞാൻ ഈ പറയുന്നത് നിങ്ങളും കേൾക്കാനാണ്. നിങ്ങളെ താടി നരച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് വയസ്സായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് മസ്ജിദുൽ നബവിയിൽ ഈ ഇരിക്കുന്ന സ്വഹാബത്തിന്റെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ പ്രായമുള്ളത് നിങ്ങളാണ്. എന്നാലും നിങ്ങൾ പഠിക്കാൻ ഉള്ളതാണ് എന്ന് പറഞ്ഞ് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിരുത്തുകയാണ്. ആദ്യം ചെറുപ്പക്കാരോട് ആണുങ്ങളോട് റസൂലുള്ളാഹി പറയാ, നിങ്ങളോട് ഞാൻ ചോദിച്ച ചോദ്യം ഓർമ്മയുണ്ടോ? ഒരു ദുഹറിന്റെ പകരം അല്ലാഹു രണ്ട് ദുഹർ നിസ്കരിച്ച പ്രതിഫലം തരും വേണോ? സ്വഹാബത്ത് പറഞ്ഞു, നബിയേ അത് ആഗ്രഹമില്ലാത്തവരുണ്ടോ? ആ സമയം ഇവിടെ ഇരിക്കുന്ന എന്റെ ഉമ്മമാരെ വെറുക്കാൻ വേണ്ടിയല്ല, നിങ്ങളെ കുറ്റപ്പെടുത്താൻ വന്നവരല്ല, നിങ്ങളെ ആക്ഷേപിക്കാൻ വന്നവരല്ല, നിങ്ങളെ മോശമാണെന്ന് പറയാൻ വന്നവരല്ല. മരിച്ചപ്പെടുന്ന മഹാനരായ പ്രവാചക പ്രഭു നബിയുനാ റസൂലുള്ളാഹിയുടെ അരിസാലത്തിന്റെ പൊൻവരണ ചുണ്ടുകളിലൂടെ അടർന്നു വീണ അമൂല്യമുത്ത ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോ നിങ്ങളും നിങ്ങളുടെ ഭാര്യയുമായിട്ട് വീടിന്റെ തട്ടിൽ കഴിയുമ്പോ എന്തെങ്കിലും ചെറിയ പ്രശ്നത്തിന്റെ പേരില് നിങ്ങളുടെ ഭാര്യമാരെ അടിക്കുന്നവരാകരുത്, അവരെ കുറ്റം പറയുന്നവരാകരുത്, അവരെ ചീത്ത വിളിക്കുന്നവരാകരുത്, അവരെ ആക്ഷേപിക്കുന്നവരാകരുത്. മറിച്ച് അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞാ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, പടച്ചവനെ ഓർത്തുകൊണ്ട് എന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ക്ഷമിച്ചാ അള്ളാഹുവേ ആ ക്ഷമിക്കുന്നതിനോടൊപ്പം പടച്ചവന്റെ പള്ളികളുടെ വിനാരങ്ങളിലൂടെ വാങ്ങിവേക്കുമ്പോ ഓടി വന്നുകൊണ്ട് നിസ്കരിച്ചാൽ ഒരു ദുഹറിന്റെ പകരം അള്ളാഹു രണ്ട് ദുഹറിന്റെ പ്രതിഫലം തരുമല്ലോ, ഒരു അസറിന്റെ പകരം അള്ളാഹു രണ്ട് അസറിന്റെ പ്രതിഫലം തരുമല്ലോ, ഒരു ഇശാഇന്റെ പകരം അള്ളാഹു രണ്ട് ഇശാഇന്റെ പ്രതിഫലം തരുമല്ലോ. ഉപ്പമാരെ നിങ്ങളെ നിസാരപ്പെടുത്തുകയല്ല, വീടിന്റെ അകത്തട്ടിലുള്ള ഭാര്യമാർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ എടുക്കുന്ന വടിയെടുത്ത് മുഖത്തിടാതെ ഒന്ന് റബ്ബിന് വേണ്ടിയിട്ടാണ്, അവർക്ക് വേണ്ടിയല്ല, അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചാൽ ഇരട്ടി പ്രതിഫലം അള്ളാഹു നൽകുന്ന ലോകത്തിന്റെ മണിദീപമേ മുഹമ്മദുൽ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഇരിക്കുന്ന
വാപ്പമാരൊക്കെ വഴക്കുണ്ടാക്കുന്നവരെന്നല്ല ഈ പറയുന്നത്. ഇത് പറയുമ്പോൾ ആദ്യം ഉമ്മമാരെ മനസ്സിലാക്കണം, നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, നിങ്ങളുടെ ഒരു വാക്കിന് എത്ര ഗാംഭീര്യമുണ്ട്. ഭർത്താവിനോട് എന്തെങ്കിലും പറയുമ്പോൾ വിധങ്ങൾ പറയാൻ ആ ഭർത്താവിന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കപ്പെടും. അപ്പൊ ഉമ്മമാരെന്ന് മനസ്സിലാക്കണം, എന്റെ വാക്കിന് അത്രയും ഗൗരവമുണ്ടെന്ന് മനസ്സിലാക്കണം. ഉമ്മമാരെ നിങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. ഞാൻ എന്നോട് കൂടെ പറയാം, ഞാൻ നമുക്കുണ്ടല്ലോ കുടുംബം, ഞാൻ എന്നോട് കൂടിയാ പറയാം. എന്താ പറയുന്നറിയോ, ഉമ്മമാരെ നമ്മൾ ജീവിക്കാൻ അഡ്ജസ്റ്റ്മെന്റ് വേണം. ഇത് റസൂലുള്ളാഹിന്റെ മീലാദിന്റെ പേര് ഹബീബിന്റെ കാര്യങ്ങളല്ലേ പറയുന്നത്. നിങ്ങൾ പഠിപ്പിച്ചതാ, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒന്ന് ക്ഷമിച്ച്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരൊറ്റ വാക്കുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുന്നുണ്ട്. അത് മാത്രവുമല്ല, നിങ്ങളുടെ ഭർത്താവിന്റെ നിസ്കാരത്തിന് ഇരട്ടി മാധുര്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ മനസ്സിലാക്കണം, ഉമ്മ എന്റെ വാക്കിന് എത്ര ഗൗരവമുണ്ട്, എന്റെ വാക്കിന് എത്ര ഗൗരവമുണ്ടെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാം ഇത് റസൂലുള്ളാഹി ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് മസ്ജിദുൽ നബവിയുടെ ഉള്ളിൽ ഇരുന്ന് നബിതങ്ങൾ സ്വഹാബത്തിനോട് യൂനുസ് നബിയുടെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സ്വഹാബ, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വീടിന്റെ അകത്തട്ടിൽ ഇരിക്കുന്ന നേരം കാണാൻ നല്ല ചുറുചുറുക്കുള്ള രണ്ട് ചെറുപ്പക്കാർ യൂനുസ് നബിയുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. വന്നപ്പോഴോ ആദ്യത്തെ മര്യാദ പാലിച്ചുകൊണ്ട് വീടിന്റെ അകത്തട്ടിലേക്ക് വിളിച്ചിരുത്തുകയാണ്. നമുക്കൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, ഒരാളെ വീട്ടിലേക്ക് വരുമ്പോ ആദ്യത്തെ മര്യാദ കയറിയിരിക്കും അല്ലെ. നമ്മളിപ്പോ ജനാലയുടെ കമ്പി വിളിച്ചിട്ട് നോക്കുന്നത് ആരാ വന്നേന്ന് തിരിച്ചു പറഞ്ഞു വിടണോ പറഞ്ഞു വിടണ്ടേ നമ്മൾ നോക്കുന്ന. പിന്നെ ജനാല മെല്ലെ അതിന്റെ കമ്പി മാറ്റി അതിന്റെ കട്ടം മാറ്റി നോക്കും, പിന്നെ വിട്ടില്ല. ഒരാൾ വീട്ടിലേക്ക് വരാൻ, ആ വീട്ടിലേക്ക് വന്നൊരു മനുഷ്യനോട് നമുക്ക് നല്ല പരിചയമുണ്ട്, കയറിയിരിക്കും കയറിയിരിക്കും. അൽഹംദുലില്ലാഹ്, അത് സന്തോഷല്ലേ. റഹ്മത്തിന്റെ മലക്ക് ദുആ ചെയ്യുമെന്ന് റസൂലുള്ളാഹി. ഒരാളോട്, വീട്ടിൽ വരുന്ന ഒരാളോട് കയറിയിരിക്കാൻ പറയുന്നതിന് 3 ഗുണങ്ങൾ അല്ലാഹു കൊടുക്കാൻ. അല്ലാഹു ആ 3 ഗുണങ്ങൾ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, യൂനുസ് നബി അവരെ അരികിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, കയറിയിരിക്കാമോ? അത് കഴിഞ്ഞിട്ട് യൂനുസ് നബി ഒരു പൊക്കാൻ വീടിന്റെ അകത്തട്ടിലേക്കും കടന്നുപോയി. പക്ഷേ കടന്നുപോയ പ്രവാചകനെ പിന്നെ കാണുന്നില്ല. ഈ 2 ചെറുപ്പക്കാർ കാത്തിരുന്ന് മനസ്സ് മടിച്ചപ്പോ യൂനുസ് നബി എവിടേക്കാ കടന്നുപോയത്? ആ കടന്നുപോയ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു പ്രവാചകന്റെ ഭാര്യയുടെ കഥ പറയുകയാണ്. കേവലം ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കഥയല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ യൂനുസ് നബി പടച്ചവനെ, യൂനുസ് നബിയുടെ ഭാര്യ യൂനുസ് നബിയെ അടിക്കുന്നുണ്ട്, യൂനുസ് നബിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്, യൂനുസ് നബിയെ ചീത്ത വിളിക്കുന്നുണ്ട്, യൂനുസ് നബിയെ വല്ലാതെ അസഭ്യം പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ട ചെറുപ്പക്കാർ തിരിച്ചു വന്നിരിക്കുകയാണ്. യൂനുസ് നബി അവരുടെ മുമ്പിലേക്ക് വന്നു, ചോദിച്ചു, മക്കളെ നിങ്ങൾ വല്ലതും കണ്ടോ? നിങ്ങളൊരു പ്രവാചകനാ, ആ പ്രവാചകനായ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ
ശകാരിക്കുകയാണോ, നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണോ, നിങ്ങളെ ആക്ഷേപിക്കുകയാണോ? ആ സമയം അവിടെ നിന്ന് പറഞ്ഞു പോവുകയാണ്, എന്തിനാണ് ഞാൻ എന്റെ ഭാര്യ എന്നെ വഴക്ക് പറഞ്ഞിട്ട് ഞാൻ ക്ഷമിക്കുന്നത് എന്തിനെന്നറിയോ? എന്റെ പടച്ചവനിക്ക് വേണ്ടിയിട്ടാണ്. എന്റെ ഇബാദത്തുകൾക്ക് പടച്ച തമ്പുരായിരത്തി പ്രതിഫലം തരുമല്ലോ, എന്റെ പാപങ്ങളെ അല്ലാഹു പൊരുത്തപ്പെടുമല്ലോ. യൂനുസ് നബി വന്ന ചെറുപ്പക്കാരോട് പറയാ, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് റബ്ബിലേക്ക് ദുആ ചെയ്യും, അല്ലാഹുവേ ഈ യൂനുസിന് എന്തെങ്കിലും ശിക്ഷ തരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് തന്നെ എനിക്കതിന്റെ ശിക്ഷ പെട്ടെന്നാക്കണേ അല്ലാഹ്. അന്ന് എന്നെ റബ്ബ് വിളിച്ചു, യൂനുസേ, ആ കാണുന്ന വീട്ടിൽ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണിനെ നിക്കാഹ് ചെയ്യലാണ്, കല്യാണം കഴിക്കലാ. അന്ന് മുതൽ എനിക്കൊരു സമാധാനമില്ല, അന്ന് മുതൽ എനിക്കൊരു സന്തോഷമില്ല, അന്ന് മുതൽ എനിക്കൊരു ആനന്ദമില്ല, അന്ന് മുതൽ എനിക്ക് അടിയാണ്, അവളെപ്പോഴും ചീത്തവിളിയാണ്, അവളെപ്പോഴും കുറ്റപ്പെടുത്തലുകളാണ്. പക്ഷേ എന്റെ റബ്ബിന്റെ പാപങ്ങൾ പൊറുക്കുമല്ലോ, എന്റെ റബ്ബിന്റെ ഇബാദത്തിന് ഇരട്ടി പ്രതിഫലം തരുമല്ലോ, അതുകൊണ്ടാണ് ക്ഷമിക്കുന്നതെന്ന് നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം ആ ചെറുപ്പക്കാരോട് പറയുമ്പോ, പടച്ചവനെ ഈ കഥ ആരാ പറയുന്നത്? സർവ്വതേ ആലം സർക്കാരേ മുജസ്സം താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ്. ബാപ്പമാരെ അല്പൊന്ന് ക്ഷമിച്ചാൽ, അല്പൊന്ന് ക്ഷമിച്ചാൽ നമുക്ക് തരുന്ന ഇരട്ടി പ്രതിഫലം. അതേസമയം ഞാനൊരാണല്ലേ, ഞാനൊരാണല്ലേ, അവളൊരു പെണ്ണല്ലേ, അപ്പൊ അവൾ പറയുന്ന മുഴുവൻ ഞാൻ അനുസരിക്കണോ? അവൾ പറയുമ്പോൾ ഒന്ന് പറഞ്ഞ ഞാൻ രണ്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഞാണെന്ന് പറയാൻ പറ്റുമോ? അടിയാതെ നിങ്ങളുടെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരെ വന്നിട്ട് പറഞ്ഞു, അടിയെ ഇന്നത്തെ ദിവസമാണ് ഞാനൊരു ആണായത്, എന്നെ കുറിച്ച് പെണ്ണായി. അതെങ്ങനെയാണ്? ആ സമയം പറഞ്ഞു, എപ്പോ വന്നാലും എന്റെ ഭാര്യനോട് കൊണ്ടാണ്. ഇന്നെന്റെ ഈ കൈകൊണ്ട് എന്റെ ഭാര്യയുടെ കരണത്തിന് ഞാൻ കൊടുത്തു. അവളുടെ ഒരു അക്ഷരം ഇല്ലാതെ മാറിയിരുന്ന കരയുന്ന കണ്ടപ്പോ ഇന്നെനിക്ക് തോന്നി ഞാനാണ്. ഇന്നെനിക്ക് തോന്നി ഞാനവരാണെന്ന്. അടിയാതങ്ങൾ പറഞ്ഞു, നിന്റെ ഭാര്യ നിന്നെ വഴക്ക് പറഞ്ഞ ഒരു സമയമുണ്ടായിരുന്നു, അന്ന് മുഴുവനും നീ നിശബ്ദനായിട്ട് കേട്ടിരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ കേട്ടുകൊണ്ടിരുന്ന സമയം അപ്പോഴാ മോനെ നീ ആണത്തമില്ലായിരുന്നത്. എപ്പോഴും കൈവച്ചോ നിന്റെ ആണത്തം നഷ്ടപ്പെട്ടു പോയെന്ന് സയ്യിദുനാ അലിയിൽ കർറമഹുല്ലാഹ്. ഇത് ഞാൻ പറയുമ്പോൾ എന്റെ വാപ്പമാരെ, നിങ്ങൾ വേറൊരു മൈൻഡ് ചിന്തിക്കരുത്. എന്തിനാ നമ്മൾ വാക്കുകൾ നമ്മൾ പഠിക്കാനാണ്, നമ്മൾ മനസ്സിലാക്കാനാണ്, നമ്മുടെ ജീവിതത്തിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൊണ്ടുവരാൻ. ഈ സമയം വരെ വന്നത് മാറ്റി വെക്കും. ഈ സമയം വരെ നമ്മൾ ഈ വാദിന്റെ മജലിസിൽ വരുന്നത് വരെ ഉണ്ടായ കാര്യങ്ങൾ മാറ്റിയേക്കും. ഇനി അങ്ങോട്ടുള്ളത് നമുക്ക് എങ്ങനെ പോകാൻ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്ന് എപ്പോഴും സന്തോഷത്തോടു കൂടി കഴിയണം. എന്റെ ഉമ്മമാരോട് പ്രത്യേകിച്ച് പറയാം, ഉമ്മ നിങ്ങൾ പറയുന്ന ഓരോ വാക്കിനും വല്ലാത്ത ഗൗരവമാണ്, വല്ലാത്ത ഗൗരവമാണ്. മഹാനായ ഉബൈദ് റളിയല്ലാഹു അൻഹുവിനോട് മുസ്തഫ നബിതങ്ങൾ പരാതി പറഞ്ഞപ്പോൾ പറഞ്ഞത്, മോനെ 6 അടി മണ്ണിലേക്ക് കൊണ്ടുവെക്കുന്ന സമയം നീ ക്ഷണിച്ചവരാണോ? വഫിൽ ഖബരി മൂനിസ, നേരെ പോകാക്കുന്ന മലക്കുകളെ അല്ലാഹു നിനക്ക് തരുന്ന നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസാര കേസല്ല, നിങ്ങൾ ക്ഷണിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഖബറിൽ ആരും വരാത്ത ഖബർ, ഭാര്യണ്ടാവൂല, മക്കളുണ്ടാവൂല, ഒരാളുണ്ടാവൂല, ആ ഖബറിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് നേരെ പോകാക്കുന്ന മലക്കിനെ അല്ലാഹു തരുന്ന. ഇവിടെ കുറച്ചൊന്ന് ക്ഷമിച്ചാൽ മതി, ഇവിടെ കുറച്ചൊന്ന് ക്ഷമിച്ചാൽ മതി. എന്തിനെ അവിടെ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ക്ഷമിക്കുന്നവരാകുമോ? രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ ജീവിതം മുന്നോട്ട് പോകുമ്പോ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ വഴക്കുണ്ടാക്കല്ലേ സ്വഹാബ. എത്ര വലിയ ഗൗരവമുള്ള വിഷയമാണെങ്കിലും, എത്ര ചർച്ചകൾ ചെയ്യാനുള്ള വിഷയമാണെങ്കിലും
വീട്ടിൽ കുതിർന്ന മക്കളുണ്ടോ? ആ മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പരസ്പരം വഴക്ക് പറയല്ലേ? ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തല്ലേ? ഭാര്യ ഭർത്താവിനെ കുറ്റപ്പെടുത്തല്ലേ? ഇനി പറയേണ്ടുന്ന ഒരവസരം വന്നാ മക്കൾ കാണാതെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേക്കണം. ആ കുരുന്ന മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ വഴക്കുണ്ടാക്കിയാൽ അതാ മക്കളുടെ ബുദ്ധി പോലും നഷ്ടപ്പെടാൻ കാരണമാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഓരോ വാക്കിൽ ചിന്തിച്ച് നമ്മൾ പറയും നമ്മുടെ മക്കൾ പഠിക്കുന്നില്ല, എത്ര പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ മെമ്മറി കയറുന്നില്ല, ബുദ്ധിയില്ല എന്നൊക്കെ നമ്മൾ പറയില്ല. വാപ്പാരെ അതിൽ ആ മക്കളുടെ ബുദ്ധി നഷ്ടപ്പെടാനുള്ള ചില കാര്യങ്ങൾ നമ്മളുണ്ട്. ആ മക്കളെ ഓർമ്മ പറയാനുള്ള ചില കാര്യങ്ങൾ നമ്മളിലുണ്ട്. മഹാനായ ഇമാമുന ഗസാലി റഹിമഹുള്ളാഹിയുടെ മുമ്പിൽ ഒരു കുഞ്ഞുമകനെ കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നിട്ട് പറയുന്ന തങ്ങളെ, എന്റെ പുന്നാര മകൻ നല്ല ബുദ്ധിയുള്ള മകനായിരുന്നു. അവനെ എഴുത്ത് പഠിപ്പിച്ചു, വായന പഠിപ്പിച്ചു, നല്ലതുപോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഇന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സൂറത്ത് പഠിപ്പിച്ച ആ സൂറത്ത് അവൻ നല്ലതുപോലെ പാരായണം ചെയ്യും. അവൻ കാണാതെ ഒതുമായിരുന്നു. പക്ഷേ എന്റെ പൊന്നുമകൻ ഇപ്പോഴൊന്നും മിണ്ടാറില്ല, എന്നോട് സംസാരിക്കാറില്ല, എന്നോട് വർത്തമാനം പറയാറില്ല. എന്റെ മകൻ എന്നോട് മിണ്ടാറില്ല. ഇത് വലിയ വിഷയമാണ്. അമ്മമാരെ, ഇത് വലിയ വിഷയമാണ്, ഗൗരവമാണ്. ഇവിടെ ഒരുപാട് കുരുന്ന മക്കളുണ്ട്. നമ്മുടെ മനസ്സിലൊക്കെ നമ്മുടെ ഉസ്താദുമാർക്ക് അല്ലാഹു അവരുടെ ഇൽമുകളിൽ അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ പറയും. ഞാൻ പറയാൻ നമ്മൾക്ക് ഗൗരവമുണ്ട്. അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. സലാത്തിലേക്ക് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മക്ക മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സൂരമേ, ഇഷ്കറിയാതെ ചൊല്ലിടും നീവർ സ്നേഹഗീതവും കേൾക്കണേ. ഉറക്കെ അസ്സലാത്തു അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഹബീബായ നബിയുടെ മാർക്ക് വെച്ച് ഇമാമുന ഗസാലി എന്ന് പറയുന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഈ മകനെ പറ്റി പറയാനുള്ള തങ്ങളെ എപ്പോ എന്ത് പഠിപ്പിച്ചു കൊടുത്താലും അവൻ നല്ലതുപോലെ പഠിക്കും. പക്ഷേ കുറച്ച് ദിവസങ്ങളായി എന്റെ കുട്ടി പക്ക പരാജയം. എത്ര പഠിപ്പിച്ചിട്ടും അവന്റെ മെമ്മറിയിലേക്ക് നമുക്ക് കയറുന്നില്ല. മിക്കവാറും പഠിക്കുന്ന മക്കളിലേക്ക് വന്നിട്ട് അറിയുന്ന ഉസ്താദ് പറഞ്ഞ് കേൾക്കില്ല, അതുകൊണ്ട് തന്നെ പഠിക്കാതെ മക്കളെ നല്ല മക്കളാക്കട്ടെ. മക്കളാക്കട്ടെ. അമ്മാര് ചിന്തിക്കാൻ പ്രചോദനം ഞങ്ങൾക്കൊണ്ട് ഞങ്ങൾ മാത്രം അമീൻ പറയാനുള്ള ഞങ്ങളുടെ വാപ്പ പറയുന്നില്ലെന്ന്. അള്ളാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാമുന ഗസാലി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പുറത്തേക്ക്, ഭാര്യയോടും ഭർത്താവിനോടും നിങ്ങൾ പുറത്തേക്ക് വായിക്കും. ആ കുട്ടിയോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ആ മകനോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. മഹാനുഭാവൻ അവിടെ നിന്ന് ചോദിച്ചു, മോനെ നിന്നെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ നിന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് കുഞ്ഞുമോൻ എന്നോട് മറുപടി പറയുമോ? ഈ കുഞ്ഞുമോൻ മഹാനുഭാവന്റെ കൈ പിടിച്ചിട്ട് പറയാ, നിങ്ങളുടെ മുമ്പിൽ ഞാൻ കളവ് പറയൂല. എന്നാ പൊന്നുമോനെ, വീടിന്റെ തട്ടില് പൊന്നുമോന്റെ ഉപ്പ എങ്ങനാണ്, ഉമ്മ എങ്ങനാ എന്ന് പറയുമ്പോ കുഞ്ഞുമോന്റെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകുകയാണ്. ആ പൊന്നുമോൻ പറയുന്നു, കുറെ ദിവസങ്ങളായി എന്റെ വാപ്പ എപ്പോഴും വഴക്കാ വീടിന്റെ ഉള്ളില്, എന്റെ ഉമ്മയും വഴക്കാണ് വീട്ടിന്റെ ഉള്ളില്. അവർ രണ്ടുപേരും വഴക്കുണ്ടാക്കുമ്പോ എനിക്ക് പിന്നെ കളിക്കാൻ പറ്റൂല. എന്റെ ചിരിയില്ല, എന്റെ സന്തോഷമില്ല. വാപ്പ ഉമ്മയെ അടിക്കുന്നത് കണ്ടിട്ട് മനസ്സ് പിടയാറുണ്ട്.
വിളിച്ചിട്ട് പറയാ, എന്തുകൊണ്ടാ നിങ്ങളുടെ മകൻ പഠിക്കുന്നില്ല എന്ന് പറയുന്നത്? എന്ത് കാരണത്താലാ? അവൻ നല്ലതുപോലെ പഠിച്ചിരുന്നവനല്ലേ, അവന് ബുദ്ധി ഉണ്ടായിരുന്നവനല്ലേ, നല്ല പൂർവ്വബുദ്ധി ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പലവട്ടം പറഞ്ഞില്ലേ? പിന്നെ എന്തുകൊണ്ട് ഈ ഒരു സമയത്ത് പൊന്നുമോന് പഠിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നത്? ആ ഒരു സമയത്ത് പറഞ്ഞ് തങ്ങളെ അറിയില്ല, ആ സമയം പറഞ്ഞു നിങ്ങളാണ് തെറ്റുകാര്. ആ കുരുന്ന മകൻ കളിക്കുന്ന സമയം, അവൻ ചിരിക്കുന്ന സമയം, അവൻ നടക്കുന്ന സമയം, നിങ്ങളാവുന്ന ഉമ്മയും ബാപ്പയും വീടിന്റെ അകത്തട്ടില് വഴക്കുണ്ടാക്കുമ്പോ നിങ്ങളെ പൊന്നുമകന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഭാര്യ അടിക്കുമ്പോ, അത് ആ അടി കൊണ്ടിട്ട് ഭാര്യ കരഞ്ഞിട്ട് നിങ്ങളോട് തിരിച്ച് വർത്തമാനം പറയുമ്പോ, വീണ്ടും നിങ്ങൾ ദേഹോപദ്രവം ചെയ്യുമ്പോ, ഇതെല്ലാം കണ്ടുകൊണ്ട് സഹിക്കാൻ കഴിയാതെ മനസ്സ് പൊട്ടിയിട്ട് കരയുന്നത് നിങ്ങളുടെ പൊന്നുമോനാ. അങ്ങനെ വിഷമിച്ചിരുന്നാൽ ആ കുട്ടിയുടെ മെമ്മറിക്കത് കേടാണ്. ആ പൊന്നുമോന് പഠിച്ചാൽ അവന്റെ മെമ്മറിയിൽ കയറൂല. എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഉപ്പയോട്, എന്റെ ഉമ്മയോട് പറയാ, ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു കൂടുമ്പോ നിങ്ങൾക്കറിയുമല്ലോ, നമ്മുടെ വീടിന്റെ അകത്തട്ടിലുള്ള 5 വയസ്സുള്ള, 6 വയസ്സുള്ള, 7 വയസ്സുള്ള, 8 വയസ്സുള്ള, 10 വയസ്സുള്ള മക്കള് അവര് ചിരിക്കുന്നവരാ, അവര് കളിക്കുന്ന പ്രായമാ. നിങ്ങൾ ഉമ്മയും ബാപ്പയും തമ്മിൽ വീടിന്റെ അകത്തട്ടിൽ ഒന്ന് വഴക്ക് കൂടിയാ പിന്നെ അവര് കളിക്കൂല. അവരുടെ കളിപ്പാട്ടങ്ങൾ അവർക്ക് വേണ്ട, അവർക്ക് പേടിയാ. പേടിച്ചവരുടെ വീടിന്റെ ഒരു മൂലയില് അവര് മാറിയിരിക്കുമ്പോ എന്റെ പെങ്ങളെ ചിന്തിക്കണം, അത് നമ്മുടെ മക്കളുടെ ബുദ്ധി പോലും കോട്ടം വരാൻ കാരണമാ. ഇന്നിവിടെ വെച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ പറ്റുമോ? ഇമാമുനാ ഗസാലി റഹിമഹുല്ലാഹ് പറയുമ്പോ ആണയിട്ട് പറഞ്ഞു, വല്ലാഹി ഇവിടെ മുതൽ എന്റെ പെണ്ണിനോട് വഴക്കുണ്ടാകില്ല, അവളെ കുറ്റപ്പെടുത്തൂല, അവളെ അടിക്കൂല. ജീവിതത്തിൽ എന്റെ പൊന്നുമോനെ മുമ്പിൽ വെച്ചിട്ട് ഒന്നും ഞാൻ പറയൂല. നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് വീട്ടിലേക്ക് പോയി. 1 മാസവും 7 ദിവസവും കഴിഞ്ഞു. 1 മാസവും 7 ദിവസവും കഴിഞ്ഞു. പ്രിയപ്പെട്ട പുന്നാര മകന്റെ കയ്യും പിടിച്ചുകൊണ്ട് പിതാവ് വരികയാണ്. വന്നുകൊണ്ട് പറയുന്നുണ്ട്, വലക്കൽ ഹംദു യാ അല്ലാഹ്, വലക്കൽ ശുക്രു യാ അല്ലാഹ്. എന്റെ പൊന്നവൻ പഴയതുപോലെ തിരിച്ചു വന്നിരിക്കുകയാണ്, നല്ല ബുദ്ധിയുള്ളവനായിരിക്കുകയാണ്. എന്ത് പറഞ്ഞു കൊടുത്താലും അത് പഠിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനും എന്റെ പൊന്നവനിക്ക് ധൈര്യം വന്നിട്ടുണ്ട്. എന്തേ കാരണമെന്നറിയോ? വീടിന്റെ അകത്തട്ടിലുള്ള വഴക്ക് മാറ്റിയപ്പോഴാണ്, പിണക്കം മാറ്റിയപ്പോഴാണ്. അല്ലാഹുവേ, ഇനി അങ്ങനെ പോകാൻ അല്ലാഹു ഈ പാവങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ഇമാമുനാ ഗസാലി റഹിമഹുല്ലാഹ് ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്തു. നമ്മൾ പറയാനല്ലേ ഉമ്മമാരെ ബാപ്പാരെ, ഉസ്താദെ 10ാം ക്ലാസ്സിലാണ് മകൻ പഠിക്കുന്നത്, 9ാം പഠിക്കുന്ന, +2 ബിടെക് പഠിക്കുന്ന, ബുദ്ധിയില്ല. ചെറുപ്പകാലം മുതൽ നമ്മൾ അവരുടെ കൽവിലേക്ക് ഭയം ഇഞ്ചക്ട് ചെയ്തു, പേടിപ്പെടുത്തലുകൾ കൊടുത്തു. അത് ഉമ്മയും ബാപ്പയും കൂടെ ചേർന്നിട്ട് പിന്നെ മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. ഇമാമുനാ ഗസാലി റഹിമഹുല്ലാഹ് പറഞ്ഞു, മോനെ പോകാൻ വരട്ടെ. 3 കാര്യം കൂടെ നീ ഒന്ന് ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം പറയുമ്പോൾ പറഞ്ഞു പോയതാണ്. അവരോട് പറഞ്ഞു കൊടുക്കുന്നു, 3 കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങളുടെ മക്കളെ മുമ്പിൽ വെച്ചുകൊണ്ട് വഴക്കുണ്ടാക്കരുത്. രണ്ടാമത്തതോ, ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഇവ അങ്ങനെ, മറ്റേ മൂത്തവനുണ്ടല്ലോ ആളുകളിലോ, ഇവൻ രണ്ടാമത്തെയാണ്. അവൻ എന്താ പറഞ്ഞാൽ കേൾക്കും ഉസ്താദേ, അവൻ മുന്നേ അവൻ പഠിക്കാവുന്നത് എന്തെല്ലാം പറഞ്ഞു കൊടുത്താലും അവനിക്കൊരു കാര്യമില്ല. ചില മക്കൾ ഉമ്മമാരെ ഒരു കുട്ടിയെയും ഒരാളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ കളിയാക്കും. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ എന്തിനേറെ
ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയം പറയുന്ന ചരിത്രമുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഇത് ഈ ഒരു സംഭവം മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വേദന ഉണ്ടായി. ഓടിച്ചെന്ന് വല്ലിപ്പാന്റെ മുമ്പിൽ വല്ലിപ്പാര അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകപ്പാടുള്ള പ്രതീക്ഷ സ്വലാത്ത് നാളെ മനുഷ്യരില് നമ്മുടെ അമലത്ത് തൂക്കുമ്പോൾ ആ അമലെല്ലാം തൂക്കിയിട്ട് അവസാനം അല്പക്കുറവ് വന്നാൽ അത് പരിഹരിക്കാൻ ഒരു സംഭവം, ഒരു സന്തോഷം, ഒരു സാക്ഷാത്കാരം, സൽക്കാരം, അത് ബുദ്ധിന്റെ സ്വലാത്താണ് അല്ലേ? അതുകൊണ്ട് തുടങ്ങട്ടെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തോതരയങ്ങുള്ള കാലത്തോ ഞാനില്ല, തോരവിതേറെങ്കിലും കനവിൽ ഞാൻ കണ്ടില്ല, കാണുവാനായി മാത്രം നന്മകളും ചെയ്തില്ല, പാപികളാണേലും കാരുണ്യം തടയല്ല, കാഹാനവിയേ കനവിൽ വരുമോ നിധിയേ, സ്നേഹാദ്രമാമെന്റെ കൽവും പൊട്ടി വേദന ചൊന്നോ ഞാൻ അരുകിൽ എത്തി, തെറ്റുകളേറെ ചെയ്തുള്ളൊരു പാവി ഏറ്റു പറഞ്ഞിന്ന് നബിയിൽ തേടി, ഉമ്മത്തിനെ ഓർത്തു കരഞ്ഞുള്ള നബിയല്ലേ, ഉമ്മത്തി ഉമ്മത്തി എന്നങ്ങ് വിളിച്ചില്ലേ, ഒരു പൊടി പാപിത വേദനയെന്നു കേൾക്കില്ലേ, ഉലകിലിവൻ ചെയ്ത പാപം പൊറുക്കില്ലേ. നമുക്ക് വേണ്ടിയിട്ട് നാളെ എല്ലാവരും സ്വർഗത്തിലേക്ക് പോകും. മുസ്തഫ നബി തങ്ങളും പോകും, ഹബീബ് തങ്ങൾ പോയിട്ട് തിരിച്ചു വരും. നമ്മൾ വരില്ല, നബി തങ്ങൾ തിരിച്ചു വരും. എന്തിനെന്നറിയോ? അവസാനത്തെ ഒരാളുണ്ടെങ്കിൽ അവർക്ക് കൂടെ ശഫാഅത്ത് പറയാം. അത്ര സ്നേഹമാണ് നമ്മളോട്, അത്ര കാരുണ്യമാണ് നമ്മളോട്. പിന്നെ നമ്മൾ എന്ന സ്വലാത്തില്ലായിരിക്കാം. ഒന്ന് ചൊല്ലിക്കുക നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പരാതിയുമായി ചെന്നു മുത്തുനബിന്റെ മുമ്പിൽ. ഇതാരെ പരാതി ഉണ്ടാക്കാനുള്ള കാരണം അറിയോ? അലിയാരങ്ങളാണ്. അലിയാരങ്ങൾ തമാശക്ക് പറഞ്ഞതാണ്. ഇത് മഹാനുഭാവന് ഭയങ്കര ടെൻഷനായി. കൊച്ചുകുട്ടിയാണെങ്കിൽ ചെന്നിട്ട് പരാതി പറഞ്ഞു, വല്ലിപ്പ കാര്യം ഇങ്ങനെയാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അലിയാരങ്ങളെ മാത്രം വിളിച്ചില്ല, അലിയാരങ്ങളെ മാത്രം വിളിച്ചില്ല, എല്ലാവരെയും വിളിച്ചു, എല്ലാ സ്വഹാബത്തിനെയും വിളിച്ചു. അപ്പൊ അലിയാരങ്ങൾക്ക് മനസ്സിലായില്ല എന്തിനാ വിളിക്കുന്നതെന്നോ ഒന്നും അലിയാരങ്ങൾക്ക് അറിയില്ല. നബി തങ്ങൾ മസ്ജിദ് നബവിയിലേക്ക് കൊണ്ടെത്തിയിട്ട് അതിന്റെ 17ഓളം ബൈത്തുകൾ തന്നെയുണ്ട്. എല്ലാത്തിലേക്കും ഞാൻ പോകുന്നത് അതിന്റെ 7ാമത്തെ വരി മാത്രം പറഞ്ഞു തരാം. അലിയാരങ്ങള് ഇരിക്കുന്ന സദസ്സിൽ മുസ്തഫായ നബി തങ്ങൾ അവിടെ നിന്ന് ഒരു നല്ലൊരു ഭാഗം, ആ ഭാഗത്തിൽ മർമ്മപ്രധാനമായി പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ ചില ആളുകളെ കാണുന്നുണ്ട്. ആ ആളുകൾ മക്കളോ, ആ പുന്നാര മക്കളെ മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് കളിയാക്കാത്ത ചില ആളുകളെയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഉള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ സ്വഹാബത്തെ? ഒരു ചോദ്യം. ഈ ചോദ്യം കേട്ടപ്പോൾ തന്നെ അലിയാർക്ക് അല്പം കത്തി. എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ടാണ് ബൈത്തുള്ളത്. വീട്ടിലേക്ക് വന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഫാത്തിമ, മദീന പള്ളിയിലെ വാഴന്ന് എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി. നമ്മുടെ മക്കൾക്ക് ഇഷ്ടമായിക്കണല്ലേ ഫാത്തിമ? ഉടൻ തന്നെ ഹുസൈൻ തങ്ങൾ പറയാൻ, ഉപ്പാതെ ശരിയാണ്, ഇന്ന് വല്ലിപ്പ പറഞ്ഞ പ്രഭാഷണം എത്ര അർത്ഥവത്താ എന്ന് പറയുമ്പോൾ അലിയാർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ചേർത്തന്നെ പിടിച്ചു. പൊട്ടിയെന്നെ കരഞ്ഞിട്ട് പറഞ്ഞു, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, നിനക്ക് വിഷമായോ? ഉപ്പാ, ഒരു സമയത്ത് എനിക്ക് വിഷമായി പോയി, എന്റെ കൽബൊന്ന് പൊട്ടിപ്പോയി. കുഞ്ഞുമകന്റെ കയ്യും പിടിച്ചിട്ട് അലിയാർ തങ്ങൾ ഇലാ ഹദറത്തി റസൂലില്ലാഹ് മുസ്തഫ നബി തങ്ങളുടെ അരികിലേക്ക് ചെന്നിട്ട് പറയാ, നബിയേ, ഇന്നത്തെ വഅദിനിക്കായിരുന്നവല്ലേ, അങ്ങനെ പരാതി പറഞ്ഞതല്ലേ നബിയേ, അങ്ങനെ കുഞ്ഞിമോൻ സങ്കടപ്പെടുത്തിയതല്ലേ നബിയേ, ഇനി എന്നിൽ നിന്ന് അങ്ങനത്തെ ഒരു വേട്, അങ്ങനത്തെ ഒരു വാക്ക്
ഒരു മക്കൾ 5 മക്കളുണ്ടെങ്കിൽ 5 മക്കളെ മറ്റൊരാളെ മുമ്പിൽ വെച്ചിട്ട് കളി പറയരുത്. മൂത്ത മകന്റെ മുമ്പിൽ വെച്ച് ഇളയ കുട്ടിയെ കളിയാക്കരുത്. ഇളയ കുട്ടിയുടെ മുമ്പിൽ വെച്ച് മൂത്ത മകനെ കളിയാക്കരുത്. അത് അവരുടെ മനസ്സിന് വേദനയാണ്. അവർ ചിരിക്കുന്നുണ്ടാവും, അവർ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുന്നുണ്ടാകും, വാപ്പയുടെ മുഖത്ത് നോക്കിയിട്ട് അവർ ചിരിക്കുന്നുണ്ടാകും. പക്ഷേ ഈ കുരുന്നു മനസ്സിൽ വേദന വന്നാൽ അത് അവരുടെ ബുദ്ധിക്ക് കോട്ടമാണെന്ന് ആദ്യം പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ പാഠങ്ങളല്ലേ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നത്. അവരുടെ പ്രിയപ്പെട്ടവരെ നബിതങ്ങൾ പഠിപ്പിക്കുകയാ, നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ വഴക്കുണ്ടാക്കാൻ പാടില്ല. നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും നിങ്ങൾ വഴക്കുണ്ടാക്കാൻ പാടില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സഹാബ. മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരാൻ പറ്റുമോ? പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് നിങ്ങൾ സമ്മാനം കൊടുക്കുന്നവരാവുക. ഇതിന്റെ വിധങ്ങളെ മതം പറയുമ്പോ റസൂലുള്ളാഹിന്റെ ജീവിതം നമുക്ക് പറയാനുള്ളതാണ്. വിധങ്ങൾ പറയുന്നത് ഭാര്യയ്ക്ക് സമ്മാനം കൊടുക്കുക. സന്തോഷമായിക്കോട്ടെ എന്ന് പറഞ്ഞേ. ഏതെങ്കിലും വാപ്പാൽ സ്വർണ്ണം മുതലോ സ്വർണ്ണ കമ്മലോ മിക്കവാറും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. എല്ലാവരുടെ കുടുംബങ്ങളും അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. എന്ന് പറയാൻ ഭാര്യയ്ക്ക് ഒരു സമ്മാനം കൊടുക്കണം. നിങ്ങൾ പേടിക്കണ്ട, ഉമ്മമാർക്ക് കൊടുക്കണം. കൊടുത്തിട്ട് ഞാൻ പോകുന്നത് ധൈര്യമായിട്ട് നിന്നോട്. ഇപ്പൊ നമ്മളെ പറ്റി പറയാൻ കഴിക്കുന്നതാ, ബാക്കി അവിടെയാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയാൻ സമ്മാനം കൊടുക്കണം. ഇത് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ വ്യക്തിയുണ്ട്, ആ താടി നരച്ച ആ കൂട്ടത്തിൽ, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വയസ്സായ ആ സ്വഹാബി ചോദിച്ചു, ഇത്രയും നാളിന്റെ ഇടയിൽ ആ സദസ്സിൽ അടിയാറുണ്ട്, എല്ലാവരും ഉണ്ട്. ചോദിച്ചു, ഇത്രയും നാളിന്റെ ഇടയിൽ ഒരു കൊല്ലത്തിൽ ഒരു ഭാര്യയ്ക്ക് സമ്മാനം കൊടുത്ത സ്വഹാബിമാർ ഈ കൂട്ടത്തിൽ ആരാണ്? അപ്പോ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്, നബിതങ്ങൾ പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ്? അതിൽ ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, ജുബൈർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവർ കൈ ഉയർത്തി. പക്ഷേ ചില ആളുകൾ കൈ ഉയർത്തിയില്ല. മുത്തിന്റെ മുമ്പിൽ കളവ് പറയാനും പറ്റൂല, നിശബ്ദരായി തലകുനിച്ചിരുന്നു. ആ കൂട്ടത്തിൽ നബിതങ്ങൾ ദൂരേക്ക് നോക്കുമ്പോൾ ഒരാൾ മൂലയിൽ ഒതുങ്ങുന്നുണ്ട്, ഒരു മൂലയിലേക്ക് മാറുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചു, പ്രിയപ്പെട്ടവരെ വരുവിൻ, എന്റെ മുമ്പിലേക്ക് ഒന്ന് വരാമോ? ആ താടി നരച്ചു പോയ, ശരീരം ചുക്കിച്ചുളുങ്ങി പോയ വയോവൃദ്ധരായ സ്വഹാബിയെ വിളിച്ചു, മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരുത്തിയിട്ട് പറയാ, ഞാൻ ഈ സമ്മാനം കൊടുക്കാൻ പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരായ സ്വഹാബത്തിന് മാത്രമല്ലല്ലോ, ജീവിച്ച് മരിക്കുന്ന സമയം വരെ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ അത് കൊടുക്കണമെന്നാണ് പറഞ്ഞു പോകുന്നത്. അതൊരു സന്തോഷമാ. ഇത് കേട്ടപാട് മസ്ജിദിന്റെ കബയുടെ അകത്തട്ടിൽ ഇരുന്നുകൊണ്ട് കരയുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കരയണ്ട, നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ കൊടുത്തോ. ഈ കൂട്ടത്തിൽ ഇത്രയും കൂടുതൽ പ്രായമുള്ള വയസ്സുള്ള ഒരു സ്വഹാബി നിങ്ങളാണ്. എപ്പോഴാണ് നമ്മൾ മരിക്കുന്നത് എന്നറിയില്ല, ഏത് സമയത്താ പോകുന്നത് എന്നറിയില്ല. വർഷങ്ങൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി, മണിക്കൂറുകൾ കടന്നുപോയി. എന്തേ നമുക്ക് നന്മയുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരുപാട് നിസ്കാരങ്ങളും നോമ്പുകളും സ്വതകളും ഇതുപോലത്തെ വാഴിന്റെ മജാലിസുകളില് നമ്മൾ വന്നിരുന്നു
എന്നെ വേദനിപ്പിച്ചില്ല, എന്നെ കുറ്റപ്പെടുത്തിയില്ല, എന്നെ കളിയാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പോകട്ടെ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അനുവാദം കൊടുക്കുമ്പോ വടിയും പിടിച്ച് വീടിന്റെ തൊട്ട് അയൽവക്കത്തുള്ള ജാബിർ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടി വീട്ടിലേക്ക് പോവുകയാ. അവിടെ ശരീരം ചുക്കിച്ചുളഞ്ഞു പോയ വടിയടിച്ച് നടക്കുന്ന പ്രിയപ്പെട്ടവളായ ഭാര്യയെ വിളിച്ചു, ഞാൻ യാത്ര പോവുകയാണ്, എന്റെ കുറച്ച് ഡ്രസ്സുകൾ തരാമോ, ഒരാഴ്ച കഴിഞ്ഞേ തിരിച്ചു വരുള്ളൂ. വയസ്സായ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഡ്രസ്സുകൾ മേടിച്ച് താടിയോളം നരച്ച ഈ സ്വഹാബി യാത്ര തിരിക്കുകയാ. ഓരോ മുതലാളിമാരെ ചെന്ന് കാണുന്നുണ്ട്, അവരോട് ചോദിക്കുന്നു, എനിക്കൊരു ജോലി തരാമോ? പലരും അവിടെ നാട്ടിയിറക്കുകയാ. വടിയടിച്ച് നടക്കുന്ന, കണ്ണിന്റെ കാഴ്ചയില്ലാത്ത, താടിയോളം നരച്ചുപോയ, ശരീരം ചുക്കിച്ചുളഞ്ഞു പോയ ഈ മനുഷ്യനിക്ക് എന്ത് ജോലി കൊടുക്കാനാ? ഒരു വീട്ടിൽ ചെന്ന് ജോലി ചോദിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ നേരം അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുന്ന കാണുമ്പോ തന്റെ വീടിന്റെ പ്രിയപ്പെട്ടവൻ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഒരു ജോലി തരാം. ഒരുപാട് വീടുകളിൽ കയറി, എനിക്കൊരു ജോലി തരാമോ? എന്തിനാ പോയതറിയോ? അപ്പാ എന്തിനാ പോയതറിയോ? ഭാര്യയ്ക്ക് സമ്മാനം കൊടുക്കണം. വയസ്സായ ഭാര്യയ്ക്ക് ജോലി തിരക്കി പോയി. 17 വീടുകളിൽ കയറി. ഇതാരും പറയുന്നത് ചെറിയതായി പറയല്ല, മഹാനായ ജാബിർ തങ്ങൾ പറയാൻ അദ്ദേഹം 17 വീടുകൾ കയറി. അടിവായ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയാൻ, നബിയെ 17 വീടുകൾ കയറി നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 17 വീട്ടിൽ അവസാനം ഒരു വീട്ടിലാൾ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ കണ്ണു നിറയുന്ന കണ്ടപ്പോ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഒരു ജോലി തരാം, ഒരു കസേരയിട്ട് എന്റെ ഈ തോട്ടത്തിന് ഒന്ന് കാവലിരുന്നാൽ മതി, നിങ്ങൾക്ക് ശമ്പളം തരാം. എന്റെ ഈ തോട്ടത്തിന് കാവലിരുന്നാൽ മതി. അങ്ങനെ തോട്ടത്തിന് കാവലിരുന്നു. ചോദിന്താനെ അവർ മോളിന്താനെ ഓടൈ പറവീരെ ജാബിറുടനാനെ കൊടുത്താരെ ഈണം ചോദിന്താരെ മഹബൂബോരെ കതറുരത്താരെ. അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഈ ചരിത്രം പറയുന്നത് ഇത് വലിയൊരു ചരിത്രമാണ്, ഞാൻ ഇതിന്റെ ഇടയിൽ നമ്മുടെ വിഷയമാണ് ചുരുക്കി പറയാൻ. വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ ശമ്പളം, ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോ ശമ്പളം കൊടുത്തു. കൂടെ ഉണ്ടായിരുന്ന സ്വഹാബിയുടെ കയ്യിൽ, യാ റസൂലല്ലാഹ്, എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇതിന് കിട്ടുന്ന സ്വർണം നിങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു. ഞാൻ ആ നബിയെ പോയിട്ട് വളർന്നു പോകുന്ന, അത്രേ ഉള്ളൂ, വളർന്നു പോകുന്നൊരു മുതൽ മേടിച്ച നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് കൊടുത്തു. ആ നേരം ഇദ്ദേഹത്തിന്റെ മുഖത്ത് വന്നൊരു ചിരി കാണാൻ റസൂലുള്ളാഹ്. അത് കണ്ടപ്പോൾ തന്നെ രസമെന്നറിയോ, വടിയിടിച്ച് പിടിച്ച് നടന്ന മനുഷ്യൻ ഇത് കിട്ടിയപാടെ ഓടായി. ആ വടിയിടിച്ച് ചില ആളുകൾ അങ്ങനെയാണല്ലോ, വടിയിടിച്ച് നടക്കുന്ന ആള് സ്പീഡിൽ പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതേപോലെ വടിയും പിടിച്ച് സ്പീഡിൽ നടക്കായി. വീട്ടിലേക്ക് ചെന്നിട്ട് പറയാൻ, എപ്പോഴും ഈ സ്വഹാബിയുടെ കൂടെ ഇദ്ദേഹം ഉണ്ടാവും. വീട്ടിലേക്ക് അങ്ങ് ചെന്നിട്ട് പറഞ്ഞു, നീ ഒന്ന് പോയിട്ട് മുഖമെടുത്ത് വരാമോ? രണ്ടുപേരും മുഖമെടുത്ത് വന്നു. രണ്ടുപേരും സുന്നത്ത് നിസ്കരിച്ചു. ആ ശരീരം ചുക്കിച്ചുളഞ്ഞു പോയ, ആ കണ്ണുകൾ കുടുങ്ങി പോയ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, നിന്റെ കൈയൊന്ന് നീട്ടാമോ? സുബ്ഹാനല്ലാഹ്. ആ കൈയൊന്ന് നീട്ടിക്കൊടുക്കുമ്പോ അദ്ദേഹം പറയുന്ന, ജീവിതത്തിൽ ഇത്ര നാൾ നീ എന്നോട് ജീവിച്ചവളാണ്, ഇന്ന് വരെ നിനക്കൊരു സമ്മാനം ഞാൻ തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ കയ്യിലേക്ക് ആ മോതിരം അങ്ങിട്ട് കൊടുക്കുമ്പോ പല്ല് പൊഴിഞ്ഞു പോയ വല്യമ്മാന്റെ ഒരു ചിരിയുണ്ട്. യാ റസൂലല്ലാഹ്, അത് കണ്ണെന്റെ കൽബ് പിടഞ്ഞു പോയി നബിയേ. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കളിക്കടങ്ങളിലൂടെ കണ്ണുനീര് ഒലിപ്പിക്കുന്ന കാണുമ്പോ അറിയാതെ കരഞ്ഞു നബിയേ. അങ്ങനെ 3 ദിവസം കഴിഞ്ഞു. ഞാൻ ആ പ്രിയപ്പെട്ട ഉപ്പാന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. മസ്ജിദുൻ നബവിയിലെ മുസ്തഫ നബിയെ അവിടത്തെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ചെല്ലുമ്പോ ആ പ്രിയപ്പെട്ട സ്വഹാബി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ലോകത്തോട് വിട
കൊടുക്കാൻ തന്നുകിട്ടതാണ് നബിയേ. എന്റെ ഭർത്താവ് എനിക്ക് സമ്മാനമായി തന്നത്, എന്റെ ഭർത്താവിന്റെ കബറിടത്തിന് സന്തോഷം കിട്ടാൻ ഞാൻ അങ്ങ് കൊടുത്തു നബിയേ എന്ന് പറഞ്ഞിട്ടാണ് ഈ സമ്മാനം എന്റെ കയ്യിൽ തന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കിയേ. വലിയ സമ്മാനമൊന്നും വേണ്ട, ചിലപ്പോൾ ചെറിയൊരു ഭർത്ത മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കുട്ടികളായാലും മതി. അത് സമ്മാനം ഇരിക്കട്ടെ, ഭാര്യയ്ക്ക് സമ്മാനം. അൽഹംദുലില്ലാ, അല്ലാഹു തആല കബൂലാക്കട്ടെ. ജീവിതം അല്ലാഹു തആല നന്നാക്കി തരട്ടെ. ജീവിതം അല്ലാഹു തആല നന്നാക്കി തരട്ടെ. പൊന്നാര വാപ്പ, ഇത് കേട്ടിട്ട് എന്തിനാണെന്ന് ചിന്തിക്കാനല്ല, ഞാൻ നിങ്ങളെ കൊണ്ടുവരാൻ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് തരട്ടെ. നിങ്ങളുടെ വാക്കല്ലേ മഹദിയായ ഉമ്മന, നമ്മുടെ ഉമ്മല്ലേ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മൈമൂന ബിബി റളിയല്ലാഹു അൻഹ, മൈമൂന ബിബി റളിയല്ലാഹു അൻഹ സമ്മാനം ചോദിച്ചിട്ടുണ്ട് നബി തങ്ങളോട്. ഇന്നും മൈമൂന ബിബിയുടെ ഖബർ ജന്നത്തുൽ മുഅല്ലയിലില്ല. നബി തങ്ങളുടെ ഭാര്യയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായിട്ട് പോലും ജന്നത്തുൽ മുഅല്ലയിൽ ഒരു ഭാര്യ ബിബി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. എന്നാൽ മൈമൂന ബിബിയുടേതോ ആയിഷ പള്ളിയിലേക്കുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ആയിഷ പള്ളിയിലേക്ക് പോകുന്നവിടുന്ന് അല്പം കൂടെ മുന്നോട്ട് പോയാൽ റോഡിന്റെ സൈഡിലാണ് മൈമൂന ബിബി റളിയല്ലാഹു അൻഹയുടെ മഖ്ബറയുള്ളത്. എന്തുകൊണ്ട് അവിടെ അങ്ങനെ മഖ്ബറയായി? അവിടെ തന്നെ കബറടക്കാരെ കാര്യമുണ്ട്. മൈമൂന ബിബി റളിയല്ലാഹു തആല അവിടുന്ന് പറഞ്ഞു, എന്റെ കബർ ഞാനും എന്റെ റസൂലുള്ളാഹി തങ്ങളും ആദ്യത്തെ ദിവസം എവിടെയാണോ കിടന്നത് ആ കിടന്ന സ്ഥലത്ത് തന്നെ ആ വീട്ടിൽ തന്നെയാകണം. അതുകൊണ്ടാണ് മൈമൂന ബിബിയുടെ ഖബർ അവിടെ ആകാൻ അവിടെ തന്നെ ആയിപ്പോയി. ഇല്ലെങ്കിൽ എവിടെ വരും? ജന്നത്തുൽ മുഅല്ലയിൽ വരില്ലേ? മൈമൂന ബിബി സമ്മാനം ചോദിച്ചു, യാ റസൂലല്ലാഹ് എനിക്കൊരു സമ്മാനം തരുമെന്ന് ഭർത്താവിനോട് ചോദിക്കാൻ. ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞതിന് പേര് എല്ലാവരും പോയിട്ട് സമ്മാനം ചോദിക്കാൻ കേട്ടാ അല്ലേ ചോദിക്കോ? ഇന്ന് ചോദിക്കട്ടെ, നാളെ ചോദിക്കും. അല്ലാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. മൈമൂന ബിബി ചോദിച്ചു, നബി തങ്ങൾ കണ്ണു നിറഞ്ഞു പോയി. കാരണം പട്ടിണിയാണ്, മുഴുപട്ടിണിയാണ്, ഒന്നുമില്ല കൊടുക്കാൻ നബി തങ്ങളുടെ വഴിയിൽ. അന്ന് മൈമൂന ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്നതാണ്. സമ്മാനം ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മൈമൂന ഞാൻ ഇപ്പൊ വരാം. അവിടെ ഇറങ്ങി ഇങ്ങനെ പോകുന്ന വഴിയിൽ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് കാര്യമൊന്നും പറഞ്ഞില്ല. പക്ഷെ സിദ്ദീഖ് തങ്ങൾക്ക് നബി തങ്ങളെ കണ്ടാലറിയാം എന്തോ സങ്കടമുണ്ടെന്ന് ചോദിച്ചു. ആരെ? സിദ്ദീഖ് തങ്ങള്. യാ റസൂലല്ലാഹ്, അവിടുത്തെ മുഖം വല്ലാതെ വിഷമിച്ചിരിക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റി നബിയേ? ആ സമയം അവിടുന്ന് നിറകണ്ണുകളോട് റസൂലുള്ളാഹി തലയാട്ടിയൊന്നുമില്ല. ആ സമയം സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അല്ല, എന്റെ റസൂലുള്ളാഹിന്റെ മുഖം വാടിയാൽ ഈ പാവപ്പെട്ട സിദ്ദീഖിന് അറിയാം നബിയേ. റസൂലുള്ളാഹിക്ക് പനി പിടിച്ചെന്നറിഞ്ഞപ്പോ സിദ്ദീഖ് തങ്ങൾക്ക് പനി പിടിച്ചു പോയ വ്യക്തിത്വമാണ്. ആ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, ഞാൻ ഭാഗ്യം കുറച്ചു പോയ ആളായോ റസൂലേ? നിങ്ങൾക്കാണോ ഭാഗ്യം കുറഞ്ഞത്? നിങ്ങളെ പോലെ ഭാഗ്യമുള്ളവർ ലോകത്താരാ നബിയെ ഉള്ളത്? എന്റെ പ്രിയപ്പെട്ടവളെന്നോട് സമ്മാനം ചോദിച്ചപ്പോ സിദ്ദീഖേ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു കോടീശ്വരനായിരുന്നല്ലോ. ആ സമയം സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അതിനാണോ കരയുന്നത് നബിയേ? ഞാനില്ലേ നബിയേ? എന്റെ സമ്പത്തിൽ നിന്ന് ഞാൻ എന്ത് വേണോ തരാം നബിയേ. റസൂലുള്ളാഹി പറഞ്ഞു, പോരാ, ഈ പാവപ്പെട്ട മുഹമ്മദിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കൈകൾ കൊണ്ട് അധ്വാനിച്ച അധ്വാനത്തിൽ നിന്ന് കൊണ്ട് കൊടുക്കണം സിദ്ദീഖേ. അതല്ലാതെ നിങ്ങൾ തരുന്നത് കൊണ്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു എന്ത് പറയണമെന്നറിയില്ല. അവസാനം മുത്തുനബിയോട് പറഞ്ഞു, നബിയേ, എന്റെ ഈ തോട്ടത്തിൽ ഇഷ്ടപ്പെട്ടത് എന്താണോ നബി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? എന്റെ റസൂലുള്ളാഹിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയല്ല, എന്തെങ്കിലും നബി ഒന്ന് ചെയ്യോ? പറക്കത്തിന് വേണ്ടി എടുത്ത് എന്റെ കയ്യിലേക്ക് തരാമോ? ഒരു ഈന്തപ്പനക്കുലയെടുത്ത് സിദ്ദീഖ് തങ്ങളുടെ
നിറഞ്ഞ് ഒഴുകുമ്പോ മൈമൂന ബീവിയുടെ കൈകൾ കൊണ്ട് കണ്ണുനീര് തുടച്ചിട്ട് പറയാ, മൈമൂന, അല്ലാഹുവിന്റെ റസൂൽ മൈമൂന ബീവിയും പറയുകയാണ്, മൈമൂന ബീവി മുത്തുനബിയോട് ചോദിച്ചതിന് എന്തിനാ പോയത്? നബിതങ്ങൾ പറഞ്ഞു, പാവപ്പെട്ടവരല്ലേ, ഒന്നുമില്ലല്ലോ മൈമൂന, എന്നാൽ ഞാൻ ഒരു ജോലി ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ സമ്മാനം കൊണ്ടുവന്നത്. നാളെ പടച്ചവന്റെ മുമ്പിൽ ഈ സമ്മാനത്തെക്കാൾ വലിയ സമ്മാനം നിങ്ങൾക്ക് ലഭിക്കുമല്ലോ മൈമൂന, ഈ സമ്മാനത്തെക്കാൾ വലിയ സമ്മാനം നിങ്ങൾക്ക് ലഭിക്കും ഇല്ലേ? ആ ഒരു സമ്മാനം അവിടെ നിന്ന് കൊടുക്കാൻ വേണ്ടി ഒരുപാട് പാടുപെട്ടില്ല. ശ്രദ്ധിച്ച് നിങ്ങൾക്ക് റസൂലുള്ളാഹിനോട് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റും, അതുമില്ല. ഒരു ഈന്തപ്പഴം പോയെടുത്ത് കയ്യിലേക്ക് ഒന്ന് കൊടുത്തിട്ട് പറഞ്ഞു, അതിന് പകരം സമ്മാനം കൊടുത്തു അല്ലേ? അതൊരു മോതിരമാണ്, ചെറിയൊരു മോതിരാണ്. ആ ഒരു മോതിരത്തിന്റെ കഥ, ആ ഒരു മോതിരത്തിന്റെ ചരിത്രം പിന്നെ മൈമൂന ബീവി അത് എന്ത് ചെയ്യുന്നുള്ള കാര്യത്തിൽ കണ്ണു നിറയാറുള്ളത് കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കണം. പ്രിയപ്പെട്ട ഉപ്പമാരോട് പാപ്പമാരോട് പറയാം, ജീവിതത്തിന്റെ മേഖലകളിലൂടെ കടന്നു പോകും, അതൊക്കെ സമ്മാനം, ഭാര്യയ്ക്ക് സമ്മാനം എന്തിനാണ് കൊടുക്കുന്നത് അല്ലേ? ഈ സ്വഹാബിമാര് ചിലര് ചോദിക്കും, ചിലര് ഉണ്ടാതിരിക്കും. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ അവിടുത്തെ അനുവാദത്തോടെ ഞാൻ ചോദിച്ചോട്ടെ നബിയെ? ചോദിച്ചോ. ആ സമയം പറഞ്ഞ നബിയെ, ഞങ്ങൾ ഈ സമ്മാനം കൊടുക്കുന്നതിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ഇതൊരു ചോദ്യമാണ്. വെറുതെ സമ്മാനം കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ നോക്കില്ല, സ്റ്റേജ് മുഴുവൻ സമ്മാനം. അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ആമീൻ. ഈ വിഷയം ഇഷ്ടപ്പെട്ടില്ലേ? അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. സന്തോഷ സമാധാനം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ആണുങ്ങളോട് ചോദിക്കും, അമ്മമാരല്ല ആയിട്ടില്ല ബന്ധപ്പെട്ടെങ്ങനെ അല്ലാഹു ആ ഉയർത്തിയ കരങ്ങൾ കൊണ്ട് ഹബീബിന്റെ ഖൗദൽ കൗസർ മേടിച്ചുകൊടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു തരട്ടെ. ആമീൻ. അവസാനം നമ്മൾ നടത്തുന്ന എല്ലാ ദിവസവും അത് പറഞ്ഞിട്ടുണ്ട്. അവസാനം ഇൻഷാ അല്ലാഹ് നമ്മൾ നടത്തുന്നത് ഇലാഹി അല്ലാഹു പിന്നെ അത് വേറെ പറഞ്ഞിട്ട് അത് പറഞ്ഞ് നമ്മൾ കണ്ണുനീരോടെ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് എന്ന് പറഞ്ഞിട്ട് സല്ലല്ലാഹു അലാ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. സാധുക്കളായി ഞങ്ങൾ നീ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. ഏറ്റവും വലിയ ടവർ, റേഞ്ചുള്ള ടവർ അത് മദീനത്തെ ടവറാണ്. നിങ്ങൾ എവിടുത്തെ ജില്ലയിലെത്തും. അതുകൊണ്ട് സ്വലാത്ത് നമുക്ക് നാളെ ഏറ്റവും നല്ലൊരു മാർഗം. ഞാൻ പറഞ്ഞില്ല വാപ്പമാരെ, ഞാനിത് പറയുമ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വായു കൊണ്ട് കാല് പോയിട്ടുണ്ട്, തല പോയിട്ടുണ്ട്. അവൻ രക്ഷിച്ചാൽ ആ ആക്സിഡന്റ് 5 വർഷത്തിന് മുമ്പ്. എന്നിട്ട് പോലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ തലവേദനിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ കൂടെ ആക്റ്റീവാകും. ഒരു 10 മണി വരെ ആക്റ്റീവാകും. ഇനി അരമണിക്കൂർ അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അനന്തമായ പ്രതിഫലം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഠിക്കാനുള്ള വിഷയമാണ്. അല്ലാതെ എതിർപ്പത്തിനെ പറയുന്നില്ല, റസൂൽ തങ്ങളുടെ വാക്കുകളാണ്. അതുകൊണ്ട് സ്വഹാബി ചോദിച്ചു, എന്തിനാ സമ്മാനം കൊടുക്കുന്നത്? ഞാൻ ഇരിക്കുന്ന വാപ്പമാരോട് ചോദിച്ചു പറയും, അല്ല ഉസ്താദെ വീട്ടിൽ വന്ന് സമ്മാനം കൊടുക്കണം എന്ന് ചോദിക്കുന്നവരുണ്ടാവും. എന്നാൽ ഇവിടെ നിന്ന് നബിതങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, എന്തിനാ നിങ്ങൾ സമ്മാനം കൊടുക്കുന്നത് എന്ന് ചോദിച്ചല്ലോ.
കാര്യമാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാപ്പമാരെ പറ്റിയിട്ട് ഈ കാലഘട്ടത്തിൽ ഉമ്മാനെ മക്കൾ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ വാപ്പമാർക്ക് മക്കൾ തീരെ സ്നേഹം കൊടുക്കാത്തൊരു കാലഘട്ടമാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടം വരുമ്പോൾ നബിയെ ഞങ്ങൾ ഞങ്ങളുടെ വാപ്പയെ ബഹുമാനിക്കും, ഞങ്ങൾ ഇഷ്ടപ്പെടും, ഞങ്ങൾ ബഹുമാനിക്കും. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞ വാക്ക് നിങ്ങളെ പറ്റിയല്ല. ഒരു കാലഘട്ടം വരാതിരിക്കാണ് ആ കാലഘട്ടത്തിലുള്ളവരെ പറ്റിയിട്ടാ പറഞ്ഞത്. ഇന്നലെ പറഞ്ഞ വിഷയം, ഇന്നലെ പറഞ്ഞത് ഉപ്പാനെ പറ്റി മാത്രമല്ല. ഒന്ന് ഞാൻ ഇന്നലത്തെ ദിവസം പറഞ്ഞിരിക്കുക, ആരാണ് ഉപ്പ, ആരാണ് ഉപ്പ എന്നുള്ള വിഷയം നിങ്ങൾക്കറിയോ? വാപ്പുമാർക്ക് ഏതെങ്കിലും ഒരു മക്കൾ അല്പസ്നേഹം കൊടുത്താൽ അത് വലിയ പുണ്യാണ്. അത് നില്ല വാപ്പമാരെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ പോലും വാപ്പാനോട് മിണ്ടൂല, 6ൽ പഠിക്കുന്ന മക്കൾ പോലും വാപ്പയോട് മിണ്ടൂല. അങ്ങനത്തെ കാലഘട്ടം നബിതങ്ങൾ പറഞ്ഞു വാപ്പയോട് മിണ്ടാൻ ഉമ്മ അവസരം ഉണ്ടായി കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാലോ, മക്കൾക്ക് എന്താവശ്യം വന്നാലും ഉമ്മാനോട് പറയും, ഉമ്മ പറയും ഞാൻ വാപ്പാനോട് പറഞ്ഞോളാം. അപ്പോഴും നിങ്ങൾ ഉമ്മമാര് ചെയ്തൊരു പണി എന്താ? നിങ്ങൾ പറഞ്ഞോളാന്ന് പറഞ്ഞ് വാപ്പയോട് മക്കൾക്ക് വിട്ടാൽ അവസരം നഷ്ടപ്പെടുത്താൻ നിങ്ങൾ പറഞ്ഞു മോനെ നിന്റെ വാപ്പല്ലേ, നിന്റെ വാപ്പയോട് നീ തന്നെ ചോദിക്കും. അങ്ങനെ ആക്കണം ഉമ്മമാര്. വാപ്പയോട് വിട്ടാൽ അവസരം ഉണ്ടായി കൊടുക്കണം. അവർക്ക് സ്വർഗ്ഗത്തത് ശരീഅത്തുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ പഠിക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി തന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം, സ്കൂളിൽ പഠിക്കുന്ന കുരുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് നേരം വെളുത്തെഴുന്നേറ്റ് നിസ്കരിച്ചു കഴിഞ്ഞാ പിന്നെ നമ്മുടെ ഉമ്മമാര് ഭാര്യമാര് കിടക്കുന്നുണ്ടോ? നമുക്കറിയില്ലല്ലോ നമ്മുടെ ഭാര്യമാരുടെ അവസ്ഥ. ഒരൽപ്പം നമ്മളൊന്ന് കിടന്നു പോയാലും അവര് കിടക്കാൻ തയ്യാറാകൂല. മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ഭക്ഷണം ഉണ്ടാക്കണം, അതിൻ്റെ ഇടയ്ക്ക് മദ്രസയിൽ വിടണം, മദ്രസ വിട്ട് വന്നാൽ മക്കളെ കുളിപ്പിക്കണം, ആ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കണം. 2ഉം 3ഉം മക്കളുണ്ടെങ്കിൽ അവരുടെ 3 പേരുടെയും പ്ലേറ്റില് ചോറ് വിളമ്പി കറി വിളമ്പി വെക്കണം. എനിക്കുമുണ്ട് 12 വയസ്സുള്ളൊരു മകനുണ്ട്, 5 വയസ്സുള്ളൊരു മകളുമുണ്ട്. നമ്മുടെ മക്കൾ സ്കൂളിൽ പഠിക്കുമ്പോ അവർ ചെയ്യുന്ന ജോലികൾ നമ്മൾ കാണുന്നതാണ്. എപ്പോഴാണ് അവർ നമ്മളോട് അവിടുന്ന് സേവനത്തിന്റെ കൂലി ചോദിച്ചത്? കൂലി ചോദിക്കാതെ ജോലി ചെയ്തിട്ടുള്ളവരാണ് അവര്. അതുകൊണ്ട് അവർക്ക് സമ്മാനം കൊടുക്കണേ. വീട് മുഴുവനും അടിച്ചു മാറി വൃത്തിയാക്കുന്നവരാണ്, അതിനവര് കൂലി ചോദിക്കൂല. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാളുടെ വീട്ടില് ഏതെങ്കിലും ഒരാളെ വിളിച്ചിട്ട്, ഉമ്മയെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു അയൽവാസിയെ വിളിച്ചിട്ട് വീടൊന്ന് അടിച്ചു മാറി തുടച്ചിടാൻ വേണ്ടി പറഞ്ഞ 500-ഉം 600-ഉം രൂപ കൂലി ചോദിക്കുമല്ലോ. അത് കൊടുക്കണ്ടേ? നമ്മള് ദിവസവും നമ്മുടെ വീട് വൃത്തിയാക്കുന്നുണ്ട്. അതെല്ലാം സന്തോഷകരമായിട്ട് കൊണ്ടുപോകുന്നവര് ഒന്ന് മനസ്സിരുത്തണം. അപ്പമാരെ വെറുപ്പ് വെക്കാതെ മനസ്സിരുത്തി നോക്ക്. അത് ശരിയല്ലേ? അതെല്ലാം വൃത്തിയാക്കിയിട്ടിട്ട് വസ്ത്രമെല്ലാം അലക്കി തന്നില്ലേ? അവിടുന്ന് ഭർത്താവിന്റെ മക്കളുടെ വസ്ത്രങ്ങളോളം വസ്ത്രങ്ങൾ മുഴുവനും അലക്കി തന്ന് അതിനെ വൃത്തിയാക്കി മടക്കി വെച്ചോ. പാതിരാത്രി ഒന്ന് കിടന്നുറങ്ങുന്നത് 12 മണി വരെ അവർ ജോലി ചെയ്യുകയാ. നേരം വെളുത്ത് വീണ്ടും എഴുന്നേൽക്കുകയാ. ആർക്ക് വേണ്ടിയാ? വീട്ടിലുള്ളവർക്ക് വേണ്ടിയാ. ജോലി ചെയ്യാതെ കൂലി മേടിച്ചവരാ നിങ്ങളുടെ ഭാര്യമാര് സമ്മാനം കൊടുക്കുന്ന സ്വഹാബ. ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് തള്ളി പറയാം. ഈ ഇരിക്കുന്ന പണ്ഡിതന്മാർ അവർ പറഞ്ഞാൽ നിങ്ങൾക്ക് കണക്കെടുത്താൽ മതി. ഇതൊരിക്കലും കളവ് പറയാത്ത മദീനയുടെ മണിമുത്ത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വലാത്ത് അങ്ങനെ ഒപ്പവേണ്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒപ്പമാരെ ഒരുപാടൊന്നും വേണ്ട, ഒരുപാടൊന്നും വേണ്ട, ചെറുതായ അതൊരു സന്തോഷമാണ്. അതൊരു സന്തോഷമാണ് അല്ലേ? ആ ഒരു സന്തോഷം എന്നവർക്ക് ഓർമ്മിക്കാൻ ഒരു കാര്യമാണ്. മഹബത്ത് വർദ്ധിക്കാൻ അതൊരു കാരണമാണ്. സ്നേഹം വർദ്ധിക്കാൻ, ഇടയ്ക്കൊരു സമ്മാനമൊക്കെ സ്നേഹം വർദ്ധിക്കാൻ അതൊരു കാരണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ദേഷ്യമുള്ളതിലാണ്. ആയിഷ ബീവിയുടെ ദേഷ്യം റസൂലുള്ളാഹിയെ ഒതുക്കുന്നത് സമ്മാനം കൊടുത്തിട്ടാണ്. സമ്മാനം കൊടുത്തിട്ടാണ്. മണിമുത്തിൻ പ്രിയ തോഴി ആയിഷ ബീവി ചൊന്നാനേ മഹബൂബേ കരയാതെ കാര്യമുരത്തു വല്ലാതെ
ചൊല്ലിയ കാര്യമതജപാണ്, അത്ഭുതമേറിയ കഥയാണ്, അന്ത്യദിനത്തിൻ നിറമാണ്, സുന്ദരമായൊരു കൗലാണ്, എന്നും മനസ്സിന്റെ കുളിർമഴയാ, എന്നും ആനിമ്പ പോനിധിയാ, ആയിഷ പോമലരാ, എന്നും നിറവിൽ സ്വാന്തനമാ. ആയിഷ ബീവി ഒരു ദിവസം ദേഷ്യപ്പെട്ടു. റസൂലുള്ളാഹി ഞങ്ങളൊന്നും വേണ്ടിയില്ല, എത്ര ചരിത്രങ്ങളാണ് ഒന്നും വേണ്ടിയില്ല, ഇറങ്ങിപ്പോയി. ഹബീബ് നിശബ്ദരായിട്ട് നമ്മളാണെങ്കിൽ എന്താ ചെയ്യാം, ഞാൻ തിരിച്ചു വരേണ്ടതിന് ഞാൻ കാണിച്ചു തരാം, നീ നിന്റെ വീട്ടിൽ പോകണം, ഇവിടെ നിന്നെ കണ്ടാ ബാക്കി പിന്നെയാണ്. ആയിഷ ബീവി എന്തോ ദേഷ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി ആയിഷ ബീവിയുടെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ചിട്ട് ഇറങ്ങിപ്പോയി. തിരിച്ചു വന്നപ്പോൾ ഒരു ചെറിയൊരു പൊതി ആയിഷ ബീവിക്ക് ഇങ്ങനെ കൊണ്ടുകൊടുത്തു. അപ്പൊ ആയിഷ ബീവി അവിടെ പണങ്ങി മേടിച്ചില്ല. റസൂലുള്ളാഹി ഞങ്ങളാണ് കൊടുക്കുന്നത്. അങ്ങനെ ചെറിയൊരു ഞാനിങ്ങനെ പെട്ടെന്ന് പേടിക്കാതെ പറഞ്ഞിട്ട് മിണ്ടാതെ നിന്നു. എന്നാലും മഹതിയായ ആയിഷ ബീവിയോട് നിവേദനം പറഞ്ഞ ആയിഷ, മനസ്സ് പറയുന്നില്ലേ എന്റെ കയ്യിരിക്കുന്ന പൊതി വേണോ? എങ്ങനെ ചോദിക്കും, ആയിഷ റളിയല്ലാഹു അൻഹ മനസ്സ് പറയുന്നില്ലേ എന്റെ കയ്യിരിക്കുന്ന പൊതി വേണോ? ഇത് കേട്ടപ്പോൾ ആയിഷ ബീവിയുടെ ചുണ്ടുകൾ വിരിഞ്ഞു, ചിരിച്ചു. ആ പൊതി തട്ടിയെ പറിച്ചു ആരുടെ കയ്യിൽ നിന്ന്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങൾ ആ ഒരു പൊതി കൊടുത്ത ചരിത്രം ആയിഷ ബീവി അറിഞ്ഞവരോട് മുഴുവൻ പറഞ്ഞു. എന്റെ ഭർത്താവ് എന്നെനിക്ക് സമ്മാനം തന്നു. വേറെ ആളൊന്നും മൈമുന ബീവിയുടെ പറഞ്ഞു, സൗദാ ബീവിയുടെ പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ സമ്മാനം തന്നു. ഇല്ല, ആയിഷ ബീവിയെ പറ്റി എല്ലാവർക്കും അറിയാം, ചെറിയ ദേഷ്യമുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് അവരാരും കിട്ടിയില്ല, എല്ലാവരും അൽഹംദുലില്ലാഹ് പറഞ്ഞു ഇല്ലേ? പക്ഷെ എന്നാലും ഈ ഭാര്യമാരും കിട്ടില്ല. ഞങ്ങളോട് ചോദിച്ചു, ആയിഷ ബീവിക്ക് മാത്രമേ സമ്മാനമുള്ളല്ലേ, ഞങ്ങൾക്കൊന്നുമില്ല എന്നൊരു ചോദ്യം. റസൂലുള്ളാഹി നീതിമാനാണ്, എല്ലാവർക്കും സമ്മാനം കൊടുത്തു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഭാര്യമാർക്ക് സമ്മാനം കൊടുക്കുക അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അത് റസൂലുള്ളാഹി ഞങ്ങളുടെ പാതയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പാതയാ. ആ പാത നമ്മൾ പിൻപറ്റിയിട്ട് പോയാൽ നമ്മൾ വിജയിച്ചുവെന്നാണ്, നമ്മൾ സന്തോഷിച്ചുവെന്നാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നവർ, മുസ്തഫ നബി തങ്ങളുടെ പാതകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ. അതുകൊണ്ട് മൂന്നാമത് പറഞ്ഞ റസൂലുള്ളാഹിന്റെ ചര്യയിൽപ്പെട്ടത് അവർക്ക് സമ്മാനം കൊടുക്കലാ. എന്തിനേറെ ഒരു വേള നബി തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു പോയി, അല്ലയോ സുആദേ, സുആദ് എന്ന് പറയുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. അധികം നമ്മൾ കേൾക്കാത്തവരാണ്, ബദർ നടക്കുന്ന കാലഘട്ടത്തിലുണ്ടായവരാ. പക്ഷേ ബദറിലേക്ക് പോകാൻ പറ്റാത്തവരാണ്. ആ ഒരു സങ്കടത്തിലും വേദനയിലും മഹാനുഭാവൻ കഴിഞ്ഞു ഓടുകയാ. എന്തിനേറെ പ്രിയപ്പെട്ടവരെ, ആ സുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ 7 മക്കളെ പ്രസവിച്ചവളാ. ഒരു വേള ആയിഷ ബീവിയോട് പൊട്ടിക്കരഞ്ഞിട്ട് പരാതി പറഞ്ഞു പോയി. 7 മക്കളെ പ്രസവിച്ചു, ഞാൻ 7 മക്കളെ പ്രസവിച്ചു. പക്ഷേ ആ 7 മക്കളെ പ്രസവിച്ച സമയത്തും എന്റെ പ്രിയപ്പെട്ട എന്റെ ഭർത്താവ് ആദ്യം എന്റെ അടുക്കൽ വന്നിട്ടില്ല, എന്റെ മുമ്പിൽ വന്നിട്ടില്ല. ആ കണ്ട കുട്ടിയെ വാരിയെടുത്തു, ആ കുട്ടിയുടെ കവളത്ത് മുത്തം കൊടുത്തു, എന്നോടൊരു വാക്ക് പോലും ചോദിച്ചില്ല. ശരിയല്ലേ? നമ്മളാണെങ്കിൽ ആദ്യം ചെയ്തത് നേരെ പോയിട്ട് ഭാര്യന്റെ മുമ്പിൽ പോകാനെങ്കിൽ ആദ്യം നമ്മൾ പോയിട്ട് കുട്ടിയാണാണ് പെണ്ണാണ് അത് നോക്കിയിട്ട് പിന്നെ അതിലൊന്ന് കളിപ്പിക്കാതെ വെളുത്തയാണ് കറുത്തയാണ് ഇതൊക്കെ നമ്മൾ നോക്കും. ആ സമയത്ത് ഈ കുട്ടിക്ക് ജന്മം കൊടുക്കലും ഈ കുട്ടിയെ പ്രസവിച്ച പാവപ്പെട്ട പെണ്ണ് മരണത്തോട് പങ്കെടുക്കുന്ന വേദന അനുഭവിച്ച് ജന്മം കൊടുത്ത ആ പെണ്ണവിടെ കിടന്ന് പിടയുന്നുണ്ട്, ബ്ലഡുമായി ചോരയുമായി. നമ്മൾ നല്ലൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഈ ഒരു പരാതി ആയിഷ ബീവിയോട് പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ മദീനയുടെ മുത്തിനോട് പറഞ്ഞു. അത് ഈ പെണ്ണ് വന്ന് പറഞ്ഞതായിട്ട് പറഞ്ഞില്ല. അല്ലാഹുവിന്റെ നബിയേ, നിങ്ങളുടെ സ്വഹാബത്തിന് ഒരു ഉപദേശം കൊടുക്കണം നബിയേ. അവരുടെ പ്രിയപ്പെട്ട കുരുന്ന മക്കളെ ഗർഭാശയത്തിന്റെ അകത്തട്ടിൽ ചുമന്നുകൊണ്ട് വരുന്ന ആ പാവപ്പെട്ടവളില്ലേ, അവർക്ക് കൂടെ ഒരു സ്ഥാനം കൊടുക്കാൻ പറയണം നബിയേ. പെട്ടെന്ന് മനസ്സിലാകുമല്ലോ.
എല്ലാ സ്വഹാബത്തിനെയും വിളിച്ചു കൂട്ടിയിട്ട് ഭാര്യമാരുടെ കടമകളും കടപ്പാടുകളും പറയുമ്പോ ഒരു ചോദ്യമാണ്, സ്വഹാബ, അല്ലാഹു മക്കളെ കൂടുതൽ തന്നവര് കൈ ഉയർത്തുമോ? സ്വഹാബ, അല്ലാഹു മക്കളെ കൂടുതൽ തന്നവര് അവിടുന്ന് കൈ ഉയർത്തുമോ എന്ന് ചോദിച്ചു. ഇൻഷാ അല്ലാഹ് നമ്മുടെ സംഘാടകർ ബക്കറ്റുമായിട്ട് വരുന്നത് നല്ലൊരു കഥയെ നിങ്ങൾ കൊണ്ടുവന്നത് ശ്രദ്ധിക്കുക. പറഞ്ഞെന്താണ്, എന്റെ സമ്പത്തുകൾ മുഴുവനും അവിടത്തേക്ക് വേണ്ടി ചിലവഴിക്കാൻ ഞാൻ സന്നദ്ധരാണ് എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ഹബീബിന്റെ മതവും ജീവിതവും പറയാ. അതുകൊണ്ട് ഈ ഒരു സദസ്സിൽ നല്ല നിയമത്തോടുകൂടി എല്ലാവരും അവസ്ഥയെ ക്ഷമിക്കണം. നിങ്ങളിൽ ആദ്യം ഭാര്യ ചെന്നുകൊണ്ടൊരാളുടെ കൊടുക്കുന്നത് 2 സ്വഹാബിമാർ മാത്രം. 2 സ്വഹാബിമാർ മാത്രം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ശരിയാണ്, അല്ലാഹു തന്ന നിഅമത്താണ് മക്കള്. പക്ഷേ ആ പുന്നാര മക്കളെ ഗർഭം ചുമന്നുകൊണ്ട് നടന്നു പോയ ആ പ്രിയപ്പെട്ട പെണ്ണിനോട് നല്ല ഒരു വാക്കു നീ പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് സന്തോഷിപ്പിച്ചിട്ടുണ്ടോ? എത്ര വലിയ മരുന്നിനേക്കാൾ ഏറ്റവും വലിയ മരുന്ന് ഏതെന്നറിയോ? നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് നീ പറയുന്ന വർത്തമാനമാ എന്നവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോ ഈ സ്വഹാബിയ കൂട്ടത്തിലുണ്ട്. വീട്ടിലേക്ക് ഓടുകയാണ്. തന്റെ പ്രിയപ്പെട്ടവളെ ചെന്ന് വാരിപ്പിടുന്ന് കവർന്ന് പിടിച്ചിട്ട് പറയാ, മോളെ, 7 മക്കൾക്ക് ജന്മം കൊടുത്തിട്ട് നിന്നോട് നല്ല ഒരു വർത്തമാനം ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു നിനക്ക് സന്തോഷം തരട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മമാരോട് വാപ്പമാരോട് പറയാ, കുടുംബ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ വേണം, പരസ്പരം സ്നേഹമുണ്ടാകണം. ഒരുപാട് ചരിത്രങ്ങൾ പറയാറുണ്ട്. പരസ്പരം സന്തോഷത്തോടെ കടന്നു വരണം. എന്റെ ഉമ്മ അതേപോലെ തിരിച്ചു ഭർത്താവിനോട് സ്നേഹം കൊടുക്കണേ. അവരെത്ര പാടുപെടുന്നവരാണെന്നറിയോ? ഇന്ത്യയുടെ വാടിന്റെ മജ്‌ലിസിൽ അവര് കടന്നിരിക്കുന്നുവെങ്കിലും നേരം വെളുത്തവർ ഇറങ്ങിപ്പോയവരാണ്. വീട്ടിൽ നിന്നിട്ട് ഇറങ്ങിയിട്ടവര് സഞ്ചരിച്ചവരാ, ജോലിക്ക് വേണ്ടി ഓടിയവരാ, കടകളിൽ ജോലി ചെയ്തവരാ, ഓട്ടോറിക്ഷ ഓടിച്ചവരാ, കൂലിപ്പണി ചെയ്തവരാ. അങ്ങനെ എത്രയോ പാടുപെട്ടുകൊണ്ട് ജോലി ചെയ്തുകൊണ്ട് തളർന്നിരിക്കുന്നവരാണ് നമ്മുടെ ഭർത്താവ്. വൈകുന്നേരം വീട്ടിലേക്കൊന്ന് വരുമ്പോ എത്ര വലിയ വേദനപ്പെടുത്തുന്ന വാക്കുകൾ നിങ്ങളുടെ കൽവിന്റെ ഉള്ളിന്റെ ഉള്ളറയിലുണ്ടെങ്കിലും എന്റെ പെങ്ങളെ, അല്ലാഹുവിനെ ഓർത്തിട്ടതൊക്കെ ഒന്ന് ക്ഷമിച്ചിട്ട് അവരോട് നല്ല ഒരു വർത്തമാനം പറയാൻ എന്റെ പെങ്ങന്മാർക്ക് കഴിഞ്ഞാൽ അവിടെയാണ് പെങ്ങളെ നിങ്ങൾ വിജയിക്കുന്നത്. അവിടെയാണ് മലക്കിന്റെ ദുആ ലഭിക്കുന്നത്. അവിടെയാണ് മലക്കിന്റെ കാവൽ ലഭിക്കുന്നത്. അതല്ലാതെ എപ്പോഴും കുറ്റം പറയുന്നവരാകരുത്, എപ്പോഴും കുറ്റപ്പെടുത്തുന്നവരാകരുത്. ഉള്ളത് കൊണ്ട് ജീവിക്കുന്നവരാകണം. ഭർത്താവിന്റെ ഉള്ളായ്മയിലും ഇല്ലായ്മയിലും ഒരേപോലെ ജീവിക്കുന്നവരാകണം. അവരുടെ സമ്പാദ്യം അനുസരിച്ച് അറിഞ്ഞുകൊണ്ട് പെരുമാറുന്നവളാകണം. അങ്ങനെ ജീവിതം മുന്നോട്ട് വെച്ചാ അൽഹംദുലില്ലാഹ്, അത് ജീവിതത്തിൽ ഏറ്റവും നല്ല സന്തോഷമാ. തന്റെ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ അറിയുന്ന ഒരു പെണ്ണായിട്ട് മാറാ. ഇന്നിവിടെ ഇരിക്കുന്ന എന്റെ ഉമ്മമാർക്കൊന്ന് കഴിഞ്ഞാ നിങ്ങൾ ആ പെങ്ങളെ ഭാഗ്യമുള്ളത്. എന്തിനേറെ മഹതിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പില് അലിയാർ തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, നമ്മൾ വാടക വീട്ടിലാണ്, നമ്മളിതിന് വാടക കൊടുക്കണമല്ലോ. നമ്മൾ മുത്തുനബിയോടൊപ്പം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മാറിയതല്ലേ, സ്വന്തമായി നമുക്കൊരു വീട് വേണ്ടേ? ഫാത്തിമ ബീവി അവിടെ നിന്ന് പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യാനാകിയേ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബി ആർക്കൊരു 2 വീടുകളുണ്ട്. അതിൽപ്പെട്ട ഒരു വീട് നമുക്ക് തരാൻ പറയോ ഫാത്തിമ? മുസ്തഫ നബി തങ്ങളോട് ചെന്നിട്ട് പറയോ ഫാത്തിമ? ഫാത്തിമ ബീവി ലജ്ജയുള്ളവരാണ്. ഫാത്തിമ ബീവി പറഞ്ഞു, ഞാൻ എങ്ങനെ പോകാനാ? എന്നാൽ പ്രിയപ്പെട്ട ഭർത്താവ് ആഗ്രഹം പറയുമ്പോ അതിനെ ധിക്കരിക്കാൻ മനസ്സില്ലാതെ ഫാത്തിമ ബീവിയില്ല മുഹമ്മദ് മുസ്തഫ ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് വരികയാണ്.
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് അങ്ങ് ചെല്ലുമ്പോൾ മുസ്തഫ നബി തങ്ങൾ ഓടി വരുന്നുണ്ട്. ഫാത്തിമ ബീവിയുടെ നെറ്റിത്തടത്തിൽ മുത്തം കൊടുക്കുകയാണ്. റസൂലുള്ളാഹി വിരിച്ചിട്ട് ഫാത്തിമയെ ഇരുത്തി. അത്രയും സ്നേഹമാ പൊന്നമകളോട്. എന്തേ മോളെ ഫാത്തിമ, യാ റസൂലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ആഗ്രഹമുണ്ട് നബിയേ, അവിടുന്ന് സ്വന്തമായിട്ടൊരു വീട്ടിൽ കയറാൻ. പക്ഷേ എങ്ങനെയാണ് അവിടത്തെ സ്വഹാബിക്ക് 2 വീടുണ്ടല്ലോ, അതിൽപ്പെട്ട ഒരു വീട് തരാൻ പറയോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോളെ ഫാത്തിമ, എനിക്ക് ലജ്ജയാണ് മോളെ ഫാത്തിമ. അവിടുന്ന് ഫാത്തിമ ബീവി നിറകണ്ണുകളോട് അലിയാരുടെ മുമ്പിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, അലിയേ, എന്റെ ഉപ്പക്ക് ലജ്ജയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് കഴിയൂല. പക്ഷേ നബിതങ്ങളും ഫാത്തിമ ബീവിയും സംസാരിക്കുന്നത് മറ്റൊരു സ്വഹാബി കേട്ടിട്ട് റസൂലുള്ളാഹിയോട് പറയുമ്പോ ഈ സ്വഹാബി വന്നിട്ട് പറയാണ്, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ഒന്നല്ല എന്റെ 2 വീട് വേണോ, എന്റെ തങ്ങൾക്ക് തരാൻ ഞാൻ സന്നദ്ധരാം എന്ന് പറഞ്ഞിട്ട് ഒരു വീട് ഫാത്തിമ ബീവിക്ക് അവിടുന്ന് കൊടുക്കാൻ കഴിഞ്ഞത് തന്റെ ഭർത്താവിന്റെ ആഗ്രഹം പറഞ്ഞിട്ട് മുസ്തഫ നബി തങ്ങളുടെ മുമ്പിൽ നാണമായിട്ട് പോലും ലജ്ജയായിട്ട് പോലും അവിടുന്ന് കടന്നു വന്നപ്പോഴാണെങ്കിൽ പെങ്ങളെ, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാകണേ, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാകണേ. നമ്മുടെ വീട്ടിൽ നിന്ന് ഭർത്താവ് ഇറങ്ങി തിരിക്കുമ്പോ നമുക്ക് വേണ്ടിയിട്ട് ഒരാപത്ത് വരാതിരിക്കാം, നമുക്ക് വേണ്ടി ഓതുന്ന ഭാര്യമാരാകണേ. എന്നാ ഏത് വല്ല മല പോലെ വരുന്ന ആപത്തുകളും അതിന് മഞ്ഞ് പോലെ അല്ലാഹു തട്ടിക്കളയുമല്ലോ. അനുഭവങ്ങൾ കൊണ്ടാ നിങ്ങളോട് പറയുന്നത്. നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോ, ഭർത്താവ് ഇറങ്ങിത്തിരിക്കുമ്പോ അവർക്ക് വേണ്ടി ദുആ ചെയ്ത് ഓതുന്നവരായ അവർക്ക് പിന്നെ കടങ്ങളില്ല, അവർക്ക് പിന്നെ സങ്കടങ്ങളില്ല, അവർക്ക് പിന്നെ വേദനകളില്ല. അതുകൊണ്ട് ഭർത്താവിനെ ഇഷ്ടപ്പെട്ട് അവരുടെ പൊരുത്തത്തില് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരായി ജീവിതം മുന്നോട്ട് വെക്കണമെന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ രാജകുമാര മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ കാര്യം പറഞ്ഞു വന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇനി നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ സ്നേഹിക്കണം. ഇത് ഓരോ സ്വഹാബത്തിനും പറഞ്ഞെടുക്കുകയാണ്. ഭാര്യയുടെ കഥ പറഞ്ഞു, ഭർത്താവിന്റെ കഥ പറഞ്ഞു, ഉമ്മാന്റെ കഥ പറഞ്ഞു, ബാപ്പാന്റെ കഥ പറഞ്ഞു. പിന്നെ റസൂലുള്ളാഹി തങ്ങൾ പറയാം, അന മഹ്ബൂബ് റബ്ബുൽ ആലമീൻ, അന മഹ്ബൂബ് റബ്ബുൽ ആലമീൻ അല്ലേ? ആദ്യം മദീനത്തെ പള്ളിയിൽ മുഴുവനൊക്കെ സ്വഹാബത്ത് മുഴുവനും മദീന പള്ളിയിൽ നിന്നിട്ട് മൂസാ കലീമുല്ലാഹ്, ഈസാ റൂഹുല്ലാഹ്, ഇബ്രാഹിം ഖലീലുല്ലാഹ് എന്നുള്ള ഓരോ പ്രവാചകന്മാരുടെ മൗലിദ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് മിണ്ടാതിരുന്നു. എന്നിട്ട് പറഞ്ഞു, സഹാബ, അന മഹ്ബൂബ് റബ്ബുൽ ആലമീൻ, എന്റെ പേര് കൊണ്ട് ചേർക്കണം കേട്ടോ. ലാ ഫഖറല്ല, അതിനകത്ത് എനിക്ക് വലിയ അഹങ്കാരമൊന്നുമില്ല, എന്നെ കൂടെ ചേർത്തെന്ന് പറഞ്ഞു. ആരായി പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പേരുടെ മോള് തോന്നണം. പിന്നെ അവിടെ നിന്ന് റസൂലുള്ളാഹിന്റെ മടക്കുപാടം സ്റ്റേജിൽ കൊടുത്തു. ഇവിടെ നമ്മുടെ മക്കളുടെ പരിപാടി ഒരുപാട് മതങ്ങൾ നമ്മുടെ മക്കളുടെ പാട്ടുകളൊക്കെ ഉണ്ട്. മതം പാടാൻ സ്റ്റേജിൽ കൊടുത്തു. ആരെ കെട്ടിപ്പിച്ചത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇതിനെ പറയുന്നത് എന്തിനാണെന്നറിയുമോ? എന്റെ കണ്ണിന് നല്ലൊരു നിറവുണ്ട് കാണുമ്പോൾ, വലിയ സമ്മാനം. അത് സന്തോഷമാണ്. ഞാൻ ഇപ്പോൾ അടുത്ത സ്ഥലത്ത് പോയപ്പോൾ ഫസ്റ്റ് കിട്ടിയ കുട്ടിക്ക് 115 രൂപ എടുക്കും. ഞാൻ പരസ്യം പറഞ്ഞത് അത് അങ്ങനെ പറയുന്നത് വേറൊന്നുമല്ല, അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയില്ല. അൽഹംദുലില്ലാഹ് അവർ നല്ല മനസ്സോടെ ചില നല്ലവരോട് കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ എന്നെ പറഞ്ഞത് ഏതായാലും അല്ലാഹു നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളാകട്ടെ.
ഈ നബിദിനത്തിന്റെ പരിപാടി നമ്മൾ ഉസ്താദുമാരുടെ കൂട്ടത്തിൽ പങ്കുവഹിക്കുന്ന വേറൊരു ശരീരം ഉമ്മയാണ്. ആ ഉമ്മമാരാണ് മക്കൾക്ക് വേണ്ടി ആ പാട്ട് പാടുകയാണ്, ഈ പാട്ട് പാടുകയാണ്. ഇല്ലേ, ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെ പോകുന്നയാളാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ മകൾക്ക് പാട്ട് പഠിപ്പിക്കണം. അതുകൊണ്ട് പറയാം, അനുഭവങ്ങളെ പറയുന്നത്. ഓരോ ഉമ്മമാരും മക്കൾക്ക് ഏറ്റവും കൂടുതൽ പാട്ട് പഠിപ്പിക്കുന്ന പാട്ടിൽ പാറ ഞാൻ കേട്ടെ. ഇല്ലേ, എന്നിട്ട് ഉമ്മമാര് ആ ഒരു പരിപാടിക്കുള്ള സമയമാകുമ്പോൾ നേരെ വിളിച്ച് കുത്തി പൊട്ടിയെടുക്കുന്ന പാറ പാട്ട് പാടി കേട്ടിട്ട് തെറ്റില്ല നോക്കട്ടെ പഠിപ്പിച്ച് ഒരിക്കൽ മക്കളെ കൊണ്ടുവരുന്ന ഒരു ശരീരം അത് ഉമ്മയാണ്. അള്ളാഹു മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. പാപ്പ രാവിലെ പാട്ടുണ്ട് ആയിക്കോട്ടെ ശരി ഞാൻ വരാൻ കേൾക്കാം. പാപ്പത്രേ ഉള്ളൂ. ഈ പാട്ട് പഠിച്ചൊന്നും ചോദിക്കുക, പ്രശ്നം പഠിച്ചു ചോദിക്കുക, ഈ പരിപാടിയൊക്കെ ഉണ്ടാവും. പക്ഷെ പഠിപ്പിക്കണമായ അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. ഒരാളെ ഉമ്മമാർക്ക് മസ്തേ കൊടുക്കണം, മക്കളുടെ സമ്മാനം മാത്രം കൊടുക്കണം. ചില ചിന്തിക്കുന്നുണ്ടാവും അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ അവസാനം പറയാ, എന്നെ നിങ്ങൾ മറക്കരുത്, എന്നെ നിങ്ങൾ പിൻപറ്റിക്കോ. ഇല്ലേ, ഓരോ സ്വഹാബിമാരും ഒരുപാട് പുറത്ത് പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്വഹാബിമാരും നബിതങ്ങളെ സ്നേഹിച്ചത് ഓരോ രീതിയിലാണ്. അവസാനം ഞാൻ പറഞ്ഞ വിലാപങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വിലാപങ്ങള് നബിതങ്ങളോട് വല്ലാത്ത മഹബത്തുള്ളവർ. അല്ലാഹുവിന്റെ റസൂൽ എല്ലാവരുടെ കൂടെ ഉറക്കെ ചെല്ലണം. ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ സ്വഹാബത്തെ ഇഷ്ടം പ്രകടിപ്പിച്ചത്, ഇഷ്ക് വെച്ചത് ഓരോ കോലത്തിലാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു എല്ലാം വാരിക്കെട്ടി വന്ന മഹാമനുഷ്യ. എന്തിനേറെ ബിലാൽ തങ്ങൾ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ പരിശുദ്ധമായ കഅബയുടെ ചുറ്റിൽ ഇങ്ങനെ കറങ്ങുമ്പോ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് കറുകറുത്ത ബിലാലായ ഞാൻ ഒളിഞ്ഞു നോക്കുമ്പോ എന്റെ റസൂലുള്ള കൈയാട്ടി എന്നെ വിളിച്ചല്ലോ. എന്റെ റസൂലുള്ളാഹിന്റെ അരികത്തേക്ക് പോകുമ്പോ റസൂലുള്ളാഹിന്റെ ചുമന്നു തൊടുത്തുപോയ ആ ശരീരത്തേക്ക് എന്നെ ചേർത്ത് പിടിച്ചിട്ട്, ഓ ബിലാലേ, സുഖമാണോ ബിലാൽ? ബിലാൽ എന്ന് പറയാ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഹബീബിനെ എങ്ങനെ മറക്കാൻ, എന്റെ റസൂലുള്ളാഹിനെ എങ്ങനെ മറക്കാനാണ്? ഇല്ലേ, ബിലാൽ എത്തി നോക്കുമ്പോ ഒരു സ്വഹാബി ഹബീബിനെ കാണാൻ വേണ്ടി കഅബയിലേക്ക് ഇങ്ങനെ മാറിക്കാണ്. ബിലാൽ തങ്ങൾ അനുവാദം ചോദിച്ചു, എനിക്കൊന്ന് കാണാൻ അവസരം തരുക. ഒന്ന് തൊട്ടോട്ടെ അനുവാദം തരുമോ, എന്റെ ഹൃദയത്തിൽ ഇരുളങ്ങ് മാറാൻ. ബിലാൽ തങ്ങൾ ചോദിക്കും, എനിക്ക് അവസരം തരണം, ഒന്ന് തൊടാനെന്ന് അവസരം തരണം. ഇല്ലേ, ഇഷ്കിന്റെ മജ്‌ലിസ് എന്ന് പറയുമ്പോൾ വാപ്പമാരെ പറ്റി ഇഷ്കിന്റെ മജ്‌ലിസ്. ഞാൻ പറഞ്ഞത് ഇന്നലെ വാപ്പാന്റെ ഇഷ്കിന്റെ മജ്‌ലിസ്. ഓരോ മജ്‌ലിസും ഇഷ്കിന്റെ മജ്‌ലിസ് ഉണ്ട്. അവിടുന്ന് പറയാ, എന്റെ റസൂൽ എന്നെ ചേർത്ത് പിടിച്ചത് ഇന്നെ കൽബിലുണ്ട്. ബിലാൽ തങ്ങൾ അവിടെ ഇറങ്ങി തിരിക്കുകയാണ്. പരിശുദ്ധരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിൽ കരഞ്ഞിരിക്കുമ്പോ ബിലാൽ തങ്ങൾ മുഴുവനും വാരിയെടുക്കുകയാണ്. സിദ്ദീഖ് തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് പറയാ, ഞാൻ പോവുകയാ, ഇനി മദീനത്തേക്ക് ഞാനില്ല. എന്റെ റസൂലുള്ളാഹില്ലാതെ എങ്ങനെ വരാനാ, എന്റെ നബിതങ്ങളില്ലാതെ എങ്ങനെ വരാനാ എന്ന് പറഞ്ഞ് മുഴുവനും വാരിക്കെട്ടിയിട്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു നടക്കുകയാണ്. 8 കൊല്ലം വരെ പിന്നെ മദീനത്തേക്ക് വന്നിട്ടില്ല. ശാമിലേക്ക് അങ്ങ് കടന്നു പോവുകയാണ്. അതുവരെ റസൂലുള്ളാഹിനെ കിനാവിലേക്ക് കണ്ടിട്ട് വിളിച്ചിട്ടുമില്ല. 8ാമത്തെ കൊല്ലമാകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കിനാവിൽ വരുന്നുണ്ട്. യാ ബിലാൽ, അദർകനാ യാ ബിലാൽ. എന്തേ ബിലാലേ മിണ്ടാത്തത്? പിണക്കമാണോ ബിലാലേ? പിണക്കമാണോ ബിലാലേ? എന്നെ സന്ദർശിക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ കിനാവിൽ വന്നിട്ട് ബിലാൽ ഇബ്നു റബാഹ് തങ്ങളെ വിളിക്കുമ്പോ ബിലാൽ തങ്ങൾ ഞെട്ടി ഉണരുകയാണ്. എന്തെന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു,
റസൂലുള്ള വിളിച്ചു, മോളെ മദീനത്ത് പോകാൻ. ഞാൻ മദീനത്ത് പോവുകയാ. ആ സമയം തന്നെ ഒട്ടകത്തെ ഒരുക്കി തയ്യാറാക്കുകയാണ്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ഒട്ടകത്തെ ഒരുക്കി തയ്യാറാക്കിയിട്ട് യാത്ര തിരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്. ഷാമിൽ നിന്ന് 2000 കിലോമീറ്ററുകളുണ്ട് മദീനയിലെത്താൻ. 40-43 ദിവസമോ വേണം നടന്നിട്ടാണെങ്കിലും ഒട്ടകത്തിന്റെ പുറത്താണെങ്കിലും മദീനയിലെത്താം. ബിലാൽ തങ്ങൾ അങ്ങനെ ഒട്ടകത്തിന്റെ പുറത്ത് സഞ്ചരിക്കുകയാണ്. ആ സഞ്ചാരത്തിന്റെ ഇടയിൽ മുഴുവനും ഒരേ ഒരു ചിന്തയാ, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഒരു ചിന്തയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അവസാനം നടന്ന് ബൗണ്ടറി എത്തി. മദീനയുടെ ബൗണ്ടറി എത്തുമ്പോ ശുദ്ധീകരണങ്ങളുടെ കൽബങ്ങൾ ബിലാൽ തങ്ങളുടെ കൽബങ്ങൾ വിടഞ്ഞു പോയി. റസൂലുള്ളാഹിന്റെ മദീനയല്ലേ, റസൂലുള്ളാഹി തങ്ങൾ താമസിച്ചിരുന്ന സ്ഥലമല്ലേ, റസൂലുള്ളാഹിന്റെ പാദസ്പർശമേറ്റ് പുളകിതമായ മണൽപ്പരപ്പല്ലേ. ബിലാൽ തങ്ങളുടെ കാലിലുണ്ടായിരുന്ന ചെരുപ്പൂരുകയാണ്. ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് താഴേക്ക് ഇറങ്ങുകയാ. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു കണ്ണു നിറഞ്ഞിട്ട് കൽബ് പൊട്ടിയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിതങ്ങൾക്ക് സലാം പറഞ്ഞു. ബിലാൽ തങ്ങൾ മെല്ലെ മെല്ലെ നടക്കുകയാണ്. മസ്ജിദ് നബവിയെ ലക്ഷ്യം വെച്ചു. ചെല്ലുമ്പോൾ ബിലാൽ തങ്ങളുടെ കൽബിൽ ഓർമ്മ വരുന്നുണ്ട്, ഈ മദീന പള്ളിയിൽ ചെല്ലുമ്പോൾ ഇരിക്കുന്നത് ഹബീബായ തങ്ങളാണ്. ഇന്നിവിടെ വരുമ്പോ മുത്തുനബി ഇല്ലല്ലോ, റസൂലുള്ളാഹി തങ്ങൾ ഇരുന്നിട്ട് ബിലാലിനെ വിളിക്കുന്നില്ലല്ലോ. ബിലാൽ തങ്ങൾ മദീനത്തെ പള്ളിയിൽ മസ്ജിദ് നബവിയുടെ ഉള്ളിൽ നിന്ന് കയറിയിരുന്ന് ഒന്നുമെടുത്തു. ഒന്നുമെടുത്തിരിക്കുമ്പോ കൽബ് ഇങ്ങനെ പൊട്ടുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ ഇരിക്കും, ബിലാൽ തങ്ങളും കടന്നു വരും. ബിലാൽ തങ്ങൾ വരുമ്പോ റസൂലുള്ളാഹി വാക്ക് വിളിക്കാൻ പറയും. അത്ര സ്നേഹമാണ് രണ്ടുപേരും. അനങ്ങാ പോലെ കഴിയുന്നില്ല ബിലാൽ തങ്ങൾക്ക്. അതുകൊണ്ടാണ് സ്നേഹിതങ്ങളോട് പറഞ്ഞ് ഞാൻ പോവാണ്. തിരുത്വാഹ റസൂലിനെ പ്രണയിച്ചു ഒരു ചെല്ല കിളി വിതുമ്പി പാടി സ്നേഹപിരിശത്താൽ മനം നൊന്ത് കരഞ്ഞു പാടി. ഇഷ്ഖിന്റെ ബഹറായ റസൂലുള്ളാഹ് പിരിഞ്ഞു പോയി. വിഷാദത്തിൽ ഇശ്ലുമോളി കരളു പൊട്ടി. എന്റെ വ്യത ചൊല്ലാൻ ഇനി ആര് ഉലകിൽ ബാക്കി. സദാ ചേരിൽ ചിരി ചിന്തും നിലാവിന്ന് കരയുന്നു. ഇനി എന്റെ നബിയോരെ മുഖമില്ലല്ലോ. സദാ ചേരിൽ ചിരി ചിന്തും നിലാവിന്ന് കരയുന്നു. ഇനി എന്റെ നബിയോരെ മുഖമില്ലല്ലോ. ഇളം തെന്നൽ വിതുമ്പുന്നു. ഇനി ആരെ തഴുകും ഞാൻ. മലറുമേനി മണത്തിന്റെ കൊതി തീർന്നില്ല. മണ്ണും ഒരുപോലെ ഇന്നീ വിണ്ണും ഒരുപോലെ. സങ്കടം നീളെ ഒഴുകും ചെങ്കടൽ പോലെ. തിരുത്വാഹ റസൂലിനെ പ്രണയിച്ചു ഒരു ചെല്ല കിളി വിങ്ങി വിതുമ്പി പാടി. സ്നേഹപിരിശത്താൽ മനം നൊന്ത് കരഞ്ഞു
കരുതിയിടല്ല എൻ്റെ ഹൃദയത്തിൽ തോന്നാൻ കരുത്തുമില്ല. ബിലാലിന്റെ അപാരങ്ങൾ പരിശുദ്ധമായ മസ്ജിദ് നബവിയിരിക്കുകയാണ്. കണ്ണു നിറഞ്ഞ് ഒഴുകുന്നുണ്ട്. അന്ന് റബ്ബിന്റെ അന്ന് വാങ്ങി വിളിക്കുന്ന മുഅദ്ദിൻ വന്നിട്ടില്ല. ബിലാൽ തങ്ങൾ മുഖമെടുത്തിട്ട് റസൂലുള്ള പറഞ്ഞിട്ടുള്ള വിനാരം കാണുന്നുണ്ട്. അതിനെ കേൾക്കുന്ന കയറുമ്പോ ബിലാൽ തങ്ങൾ തിരിഞ്ഞു നോക്കുകയാണ്. എന്തിനാണ് തിരിഞ്ഞു നോക്കുന്നത്? എപ്പോ കേഴുമ്പോഴും റസൂലുള്ളയുണ്ട്. ബിലാലേ, ബാഗ് വിളിച്ചോ ബിലാലേ, എന്നെ നോക്കല്ലേ ബിലാലേ, കയറിക്കോ എന്ന് പറയുന്ന രംഗം ബിലാൽ തങ്ങളുടെ കൽബങ്ങ് പൊടിഞ്ഞു പോയി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. കൽബങ്ങ് പൊടിഞ്ഞു. ബാങ്ക് വിളിക്കുകയാണ്. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് പൂർത്തീകരിക്കാൻ കഴിയാതെ ബോധരഹിതരായി വീണ്ടുപോയി. സ്വഹാബത്ത് ഓടി വന്നു. നബിതങ്ങളുള്ള കാലഘട്ടം പോലെ. എന്ത് രസമാ ബിലാലേ, ഒന്നുകൂടെ വിളിക്കാമോ? എന്ത് രസമാ, എന്ത് ചന്തമാണ് ബിലാൽ. ബിലാൽ തങ്ങൾ പറഞ്ഞെനിക്ക് കഴിയൂല. റസൂലുള്ള എന്നെ നോക്കിയിരിക്കുന്നുണ്ടെങ്കിലും നേരിട്ട് എന്റെ റസൂലുള്ള എന്നെ നോക്കുന്നില്ലല്ലോ, എന്റെ അരികത്തില്ലല്ലോ. എന്റെ കൽബ് പിടയാണ്, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് വീണ്ടും ഷാമിലേക്ക് തന്നെ തിരിച്ചു പോയ സുദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഇഷ്ക സ്നേഹം അത് മദീനയിൽ നിന്ന് പോയിട്ടാണ്. അതുകൊണ്ട് ഓരോ സ്വഹാബിമാരുടെ ഇഷ്ടത്തെ പറ്റി പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ തീരൂല. അതുകൊണ്ട് അവസാനം പറഞ്ഞത്, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടോ, എന്റെ ജീവിതം നിങ്ങൾ കൊണ്ടുവന്നോ, അതിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമെന്ന് പഠിപ്പിച്ച നേതാവേ, ലോകത്തിന്റെ മണിദീപമേ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് ആ ഹബീബ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.